من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون ബഹുമാനായ യോഗാധ്യക്ഷൻ കബീർ സുല്ലമി, ഈ പ്രദേശത്തെ ISM-ന്റെയും KNM-ന്റെയും MGM-ന്റെയും പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ നാട്ടുകാർ, ഈ പ്രദേശത്ത് കഴിഞ്ഞ 2-3 മാസക്കാലമായി നടന്നുവരുന്ന മാസാന്ത പഠന ക്ലാസ്സിലാണ് നമ്മളൊക്കെയുള്ളത്. ഇന്നിവിടെ ചർച്ചയ്ക്കായി എടുത്തിട്ടുള്ളത് വിശ്വാസിയുടെ ഇഹപര ജീവിതം എന്നതാണ്. ഓരോ മാസങ്ങളിലും പ്രത്യേകം വിഷയങ്ങളെടുത്ത് ഈ പ്രദേശത്തുകാരുടെ മുമ്പിൽ ചർച്ചയ്ക്ക് വയ്ക്കുന്നത് കേൾക്കാനും പഠിക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ അത് പ്രതിഫലിക്കാനും വേണ്ടിയാണ്. ഇത്തരം പഠന സദസ്സുകളുടെ ഒരു പ്രത്യേകതയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് ലാ യഖഉദു ഖൗമുൻ യദ്കുറൂനല്ലാഹ. ഇത്തരം സദസ്സുകളിൽ പങ്കെടുക്കുകയും ഖുർആനിക വചനങ്ങൾ കേൾക്കുകയും പ്രവാചക വചനങ്ങൾ കേൾക്കുകയും ചെയ്യുമ്പോൾ ഇല്ലാ ഹഫ്ഫത്തുഹുമുൽ മലായിക, അവരെ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ മലക്കുകൾ ആവരണം ചെയ്യും. വഗശിയതുഹുമുർ റഹ്മ, വല്ലാത്ത അനുഗ്രഹം അവരെ പൊതിഞ്ഞു നിൽക്കും. വനസലത് അലൈഹിമുസ് സക്കീന, അല്ലാഹുവിന്റെ സമാധാനം അവരുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കും. വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, അല്ലാഹു അവന്റെ അടുക്കലുള്ള മലക്കുകളോട് ഭൂമിയിൽ ഇന്ന പ്രദേശത്ത്
ഇത്രത്തോളം ആളുകൾ എന്റെ ഖുർആനിനെക്കുറിച്ച് കേൾക്കാനും പഠിക്കാനും സന്നിഹിതരായിരിക്കുന്നു. അവരുടെ മേൽ നിങ്ങളുടെ പ്രാർത്ഥനയുണ്ടാവണം എന്ന് മലക്കുകളോട് അള്ളാഹു പറയുന്നതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ മഹത്വം മനസ്സിലാക്കി അത്തരം മലക്കുകളുടെ പ്രാർത്ഥനകളിൽ അള്ളാഹുവിന്റെ സമാധാനവും റഹ്മത്തും ഇറങ്ങുന്ന ഇത്തരം വേദികളിൽ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരങ്ങളും സഹോദരിമാരും കടന്നു വന്നിരിക്കണമേ എന്ന് ആദ്യമായി സൂചിപ്പിക്കുകയാണ്. നമ്മളൊരു വിഷയം കേൾക്കുമ്പോൾ, ഒരു വിഷയത്തെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ മുൻധാരണകളില്ലാതെ, വിശ്വാസികളുടെ ഒരു ഗുണമായി തന്നെ ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ്. അല്ലദീന യസ്തമിഊനൽ ഖൗല വയത്തബിഊന അഹ്സനഹു ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹ് വഉലൈക ഹും ഉലുൽ അൽബാബ്. എല്ലാം ശ്രദ്ധിച്ചു കേൾക്കുന്നവരാവണം. വയത്തബിഊന അഹ്സനഹു, ആ കേൾക്കുന്നതിൽ ഏറ്റവും നല്ലതിനെ പിൻപറ്റാൻ കഴിയുന്നവരുമാവണം. ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹ്, അവർക്കാകുന്നു അള്ളാഹുവിന്റെ ഹിദായത്തുള്ളത്. വഉലൈക ഹും ഉലുൽ അൽബാബ്, അവരാകുന്നു ബുദ്ധിയുള്ള ആളുകളും എന്ന് ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യും. അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹം ഒരു മുസ്ലിമായി ജീവിക്കാൻ കഴിഞ്ഞു എന്നതാണ്. വ്യത്യസ്ത കാരണങ്ങളാലാണ് ഒരു മനുഷ്യൻ മുസ്ലിമായി ജീവിക്കുന്നത്. ജന്മന ഒരു മുസ്ലിമായ മാതാവിന്റെയും പിതാവിന്റെയും മകനായി ജനിക്കുന്നത് കൊണ്ട് ജന്മന മുസ്ലിങ്ങളായി ജനിച്ച് വളർന്നു വന്ന ആളുകളുണ്ട്. അമുസ്ലിം മാതാവിന്റെയും പിതാവിന്റെയും മകളായി ജനിച്ച് ഇസ്ലാം ദീനിനെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി ഈ ദീനിന്റെ സത്യദീനിലേക്ക് കടന്നു വന്ന ആളുകളുമുണ്ട്. ഏതായാലും ശരി, അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹം അവൻ ഇഷ്ടപ്പെട്ട മതത്തിന്റെ, അവന്റെ അടുക്കൽ പ്രകീർത്തിക്കപ്പെടുന്ന ഒരു മതത്തിന്റെ വക്താക്കളായി ജനിക്കാനും ആ മതത്തിൽ വന്നുചേരാനും ആ മതത്തിൽ ജീവിക്കാനും സാധിച്ചു എന്നതാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ദൈവത്തിന്റെ അടുക്കൽ ഉള്ള മതം അത് ഇസ്ലാമാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു, ഈ ഇസ്ലാമിനെ അല്ലാത്ത മറ്റൊരു മതത്തെ ആരെങ്കിലും മതമായി സ്വീകരിക്കുന്നുവെങ്കിൽ അത് അല്ലാഹു സ്വീകരിക്കപ്പെടുകയില്ല എന്നതാണ്. ഇസ്ലാം എന്നത് പദത്തിന്റെ അർത്ഥം നമുക്കറിയാം, സമാധാനമാണ്, സംരക്ഷണമാണ്, കീഴൊതുങ്ങലാണ്. ആ അർത്ഥത്തിൽ ഒരു പ്രത്യേകമായ മതത്തിന്റെ വക്താക്കളായി അറിയപ്പെടുന്ന ആളുകൾ മാത്രമല്ല ഇസ്ലാം എന്ന ആ വിശാലമായ പദത്തിൽപ്പെടുന്നത്. പലപ്പോഴും നമ്മൾ പദങ്ങളെയും ആശയങ്ങളെയും നമ്മൾ ഒരു പ്രത്യേക വിഭാഗമായി ചേരിതിരിക്കപ്പെട്ടിരിക്കുകയാണ്. ഖുർആൻ എന്നത് മുസ്ലിങ്ങൾക്ക് മാത്രം അവതീർണമായിട്ടുള്ള വേദഗ്രന്ഥമല്ലല്ലോ. ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും, ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും മാർഗദർശനമായി അവരെ നേർവഴിയിലൂടെ നയിക്കാനുള്ള ജീവിത രേഖയായിട്ടാണ് ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. അത് മുസ്ലിങ്ങളുടെ മാത്രം ഒരു വേദഗ്രന്ഥമല്ല. അല്ലാഹു എന്ന് പറയുന്ന പദം അറബിയാണ്. പക്ഷേ ആ ശക്തി അറബികളുടേത് മാത്രമല്ല, മുസ്ലിങ്ങളുടേത് മാത്രമല്ല. ലോകത്ത് മനുഷ്യരായി ജനിക്കുന്ന, നാൽക്കാലി മൃഗങ്ങളായി ജനിക്കുന്ന, പ്രാണികളടക്കമുള്ള മുഴുവൻ ജന്തുജാലങ്ങളുടെയും രക്ഷിതാവാണ്, സൃഷ്ടാവാണ്. അതിന് അറബിയിൽ പറയുന്ന പദം അല്ലാഹു എന്നാണ്. മലയാളത്തിലേന് ദൈവം എന്ന് പറയും. വ്യത്യസ്ത മതങ്ങളിൽ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടും. അറബിയിലിറങ്ങുന്ന ബൈബിളിൽ ദൈവം, കർത്താവ് എന്ന പദത്തിന് അല്ലാഹു എന്നാണ് പ്രയോഗിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചത്
ഇസ്ലാം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ മനുഷ്യരും ജന്തുജാലങ്ങളും സസ്യലതാദികളും ആ ദൈവത്തിന് കീഴൊതുങ്ങുന്നു എന്ന അർത്ഥത്തിൽ മുസ്ലിങ്ങളാണ്. മരവും മലയും സൂര്യനും ചന്ദ്രനും ഒക്കെ ആ അർത്ഥത്തിൽ ഇസ്ലാമാണ്. അത് ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട് ഇങ്ങനെ, അലം തറ, നീ കണ്ടില്ലേ, അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളിലുള്ള മുഴുവൻ വസ്തുക്കളും ആ രക്ഷിതാവിനു വേണ്ടി, ആ ദൈവത്തിനു വേണ്ടി സുജൂദ് ചെയ്യുന്നുണ്ട്, സാഷ്ടാംഗം ചെയ്യുന്നുണ്ട്. സുജൂദ് എന്ന് നമുക്ക് പരിചയമുള്ളത് നമസ്കാരത്തിലുള്ള സുജൂദ് മാത്രമാണ്. മനുഷ്യൻ മാത്രമല്ല ദൈവത്തിന്റെ മുമ്പിൽ, അള്ളാഹുവിന് മുമ്പിൽ സുജൂദ് ചെയ്യുന്നത്. മനുഷ്യരും കന്നുകാലികളും ജന്തുജാലങ്ങളും സസ്യലതാദികളുമൊക്കെ ആ ദൈവത്തിനു മുമ്പിൽ സുജൂദ് ചെയ്യുന്നുണ്ട്. അവ മാത്രമല്ല, വശംസു, സൂര്യൻ ആ ദൈവത്തിനു മുമ്പിൽ സുജൂദ് ചെയ്യുന്നുണ്ട്. വൽ ഖമറു, ചന്ദ്രൻ ആ ദൈവത്തിനു വേണ്ടി സുജൂദ് ചെയ്യുന്നുണ്ട്. വൽ നുജൂമു, നക്ഷത്രങ്ങൾ ആ ദൈവത്തിനു മുമ്പിൽ സുജൂദ് ചെയ്യുന്നുണ്ട്. വൽ ജിബാലു, പർവ്വതങ്ങൾ സുജൂദ് ചെയ്യുന്നുണ്ട്. വൽ ഷജറു, മരങ്ങൾ വൃക്ഷങ്ങൾ ദൈവത്തിനു വേണ്ടി സുജൂദ് ചെയ്യുന്നുണ്ട്. വദ്ദവാബു, ജന്തുജാലങ്ങളൊക്കെയും ആ ദൈവത്തിനു വേണ്ടി സുജൂദ് ചെയ്യുന്നുണ്ട്. വകസീറും മിനന്നാസ്, നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ ഒരുപാട് മനുഷ്യരും ആ ദൈവത്തിനു വേണ്ടി സുജൂദ് ചെയ്യുന്നുണ്ട്. ഈ അർത്ഥത്തിൽ ദൈവത്തിനു വേണ്ടി സുജൂദ് ചെയ്യുന്ന മനുഷ്യരടക്കമുള്ള വൃക്ഷലതാദികളടക്കമുള്ള സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അടക്കമുള്ള മുഴുവൻ ദൈവത്തിന്റെ സൃഷ്ടിജാലങ്ങളും ദൈവത്തിന് സുജൂദ് ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ ഇവയെല്ലാം മുസ്ലിങ്ങളാണ്. ഇവയെല്ലാം ഇസ്ലാം എന്ന പദത്തിന്റെ കീഴിൽ വരുന്നവരാണ്. ഒരു മുഹമ്മദ് എന്ന പേരുള്ള ആളുകൾ മാത്രമല്ല ഇസ്ലാമായി മുസ്ലിമായി അറിയപ്പെടുന്നത്. പക്ഷേ നമ്മൾ അങ്ങനെയാണ് നാമകരണം ചെയ്തിട്ടുള്ളത്. ഈ മതമനുസരിച്ച് ജീവിക്കുന്നവരെയെല്ലാം മുസ്ലിം എന്ന് പറയാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഇസ്ലാം എന്ന പദം, മുസ്ലിം എന്ന പദം ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിച്ചു വരുന്നു. പക്ഷേ ദൈവം അങ്ങനെയല്ല കാണുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പദമായിട്ടാണ് ഇസ്ലാം മുസ്ലിം എന്ന പദത്തെ കണ്ടിട്ടുള്ളത്. ഈ മതത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ അർത്ഥത്തിലുള്ള ഈ മതം, ഈ ഇസ്ലാം മതം സമഗ്രമാണ്, അത് സമ്പൂർണമാണ്. അത് മനുഷ്യരുമായി ബന്ധപ്പെട്ടതാണ്. മനുഷ്യന്റെ ജീവിതഗന്ധിയായിട്ടുള്ള ഒരു മതമാകുന്നു ഇസ്ലാം. എ ടു സെഡ്, ആദ്യാവസാനം, ജനനം മുതൽ മരണം വരെ അല്ല, നമ്മുടെ വിഷയത്തിൽ ഉൾക്കൊള്ളുന്ന മരണാനന്തര ജീവിതം വരെയുള്ള മുഴുവൻ നിർദ്ദേശങ്ങളും പാഠങ്ങളും പഠനങ്ങളും വിശുദ്ധ ഇസ്ലാം മനുഷ്യ സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട്. ഒന്നും വിട്ടുപോയിട്ടില്ല, ഒന്നും വിട്ടുപോയിട്ടില്ല. ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്, ദർശനങ്ങളുണ്ട്, ഉപമതങ്ങളുണ്ട്, ഉപദർശനങ്ങളുണ്ട്. ഇവയെല്ലാം പഠന വിധേയമാക്കേണ്ടതാണ്. ഇവയെല്ലാം പഠന വിധേയമാക്കേണ്ടതാണ്. മനുഷ്യരെ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്ന, മനുഷ്യന്റെ ജീവിതഗന്ധിയായി നിൽക്കുന്ന മതം ഏത് എന്ന് പഠിക്കുകയും ആ മതം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ മനുഷ്യൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചു, അല്ലയോ പ്രവാചകരെ മുഹമ്മദേ, ഇതെന്തൊരു മതമാണ് നിങ്ങൾ പറയുന്നത്? മനുഷ്യൻ മലമൂത്ര വിസർജനം ചെയ്യുന്ന, കക്കൂസിൽ പ്രവേശിക്കുമ്പോഴും അവിടെ നിന്ന് ഇറങ്ങുമ്പോഴുമുള്ള മര്യാദ പോലും പഠിപ്പിക്കുന്ന ഒരു മതമാണല്ലോ, ഒരാദർശമാണല്ലോ നിങ്ങളുടേത് എന്ന് പറഞ്ഞ് അറാബിയായ ഒരു മനുഷ്യൻ വന്ന് പ്രവാചകനോട് കളിയാക്കുന്നുണ്ട്. അനുചരന്മാരുടെ അടുക്കൽ കുത്തി വന്ന് ചോദിക്കുന്നുണ്ട്. അവർ ആ ചോദിച്ച മനുഷ്യനോട് നൽകിയ മറുപടി അതാകുന്നു മതം. മനുഷ്യന്റെ എല്ലാ മേഖലകളിലേക്കും വെളിച്ചം വീശുന്ന, എല്ലാ മേഖലകളിലും കൃത്യമായ മാർഗദർശനം നൽകുന്ന മതമാണ് ലോകത്തിനാവശ്യം. അതാണ് മനുഷ്യർക്ക് ആവശ്യം എന്ന് പറഞ്ഞ് ചോദിച്ച മനുഷ്യന് വിശദീകരണം നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇസ്ലാം മതത്തിലെ അല്ലെങ്കിൽ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ഒരു വിഷയം അത് മനുഷ്യന് യോജിച്ചതല്ല. ഇന്ന വിഷയം, ഇന്ന സബ്ജക്റ്റ് അത് മനുഷ്യന് യോജിച്ചതല്ല, മനുഷ്യ പ്രകൃതിക്ക് യോജിച്ചതല്ല എന്ന് പറയാൻ ഏതെങ്കിലും ഒന്നും
സാധ്യമല്ല കാണിക്കാൻ, സാധ്യമല്ല അത്ര കൃത്യമായി. കാരണം ഇത് ദൈവിക വേദഗ്രന്ഥമാണ്. ഈ ദൈവിക വേദഗ്രന്ഥം മനുഷ്യരുടെ മുമ്പിൽ സമർപ്പിച്ചിട്ട് ആ ദൈവം തമ്പുരാൻ പറയുകയാണ്, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഈ ഖുർആൻ മനുഷ്യനെ ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് വഴി കാണിക്കുകയാണ്. യുഖ്രിജന്നാസ മിനദ്ദുലുമാതി ഇലന്നൂർ, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിന്റെ വീതിയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോവുകയാണ് ഈ വേദഗ്രന്ഥം. നമ്മളൊക്കെ മനുഷ്യരാണ്. മനുഷ്യരായ നമുക്ക് ജീവിതത്തിൽ 3 ഘട്ടങ്ങളാണുള്ളത്. ഒന്നാം ഘട്ടം വിഭവ സമാഹരണത്തിന്റെ ഘട്ടമാണ്. അതായത് ഈ ലോക ജീവിതം, അത് വിഭവ സമാഹരണമാണ്. രണ്ടാം ഘട്ടത്തിലേക്കും മൂന്നാം ഘട്ടത്തിലേക്കുമുള്ള സുഖപ്രദമായ ഒരു ജീവിതത്തിന് ആവശ്യമായ വിഭവ സമാഹരണത്തിന്റെ ഘട്ടമാണ് ഈ ലോക ജീവിതം. നമ്മളിവിടെ ജീവിക്കുന്ന 60 കൊല്ലം, 70 കൊല്ലം, 80 കൊല്ലം, എത്രയാണോ അള്ളാഹു നമുക്ക് ആയുസ് നൽകിയിട്ടുള്ളത്, ആ ആയുസ് അത്രയും ജീവിക്കേണ്ടത് രണ്ടാം ഘട്ടത്തിലേക്കും മൂന്നാം ഘട്ടത്തിലേക്കുമുള്ള പരലോക ജീവിതത്തിലേക്കുള്ള വിഭവ സമാഹരണമായിട്ടാണ്. നമ്മുടെ ഇവിടെ നമ്മൾ സ്വരൂപിച്ചു കൂട്ടുന്ന വിഭവത്തിനനുസരിച്ചാണ് പരലോകത്ത് അള്ളാഹു ദൈവം നമുക്ക് രക്ഷാശിക്ഷകൾ ഒരുക്കി വെച്ചിട്ടുള്ളത്. അതാണ് അള്ളാഹ് പറഞ്ഞത് ഖുർആനിൽ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. മരണത്തെ സംവിധാനിച്ചത്, ജനനത്തെ സംവിധാനിച്ചത്, ഈ ലോകത്ത് ആര് നന്മകൾ പ്രവർത്തിക്കുന്നു എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, പരിശോധിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു പരീക്ഷണ ഘട്ടമാണ് എന്നർത്ഥം. ഇതൊരു പരീക്ഷാലയമാണ്. നമുക്കൊക്കെ മക്കളുണ്ട്, നമ്മളെ പഠിച്ചവരാണ്, വ്യത്യസ്തങ്ങളായ പരീക്ഷകളെ അഭിമുഖീകരിച്ചവരാണ്. ഒരു പരീക്ഷാ ഹാളിൽ കയറിയിരുന്ന് നമുക്ക് പരീക്ഷ എഴുതാനുള്ള സമയം 2 മണിക്കൂറോ 3 മണിക്കൂറോ ആണ്. ചോദ്യപേപ്പർ നൽകും, വായിക്കും. നമ്മൾ പഠിച്ചതിനനുസരിച്ച് ശരിയായ ഉത്തരമാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ നമുക്ക് വിജയിക്കാൻ കഴിയും, ഉന്നത ശ്രേണികളിലെത്താൻ കഴിയും. പക്ഷേ ആ ഹാളിൽ നമ്മൾ ഇരിക്കുന്നത് 2-3 മണിക്കൂർ മാത്രമാണ്. ഒരു പരീക്ഷാ ഹാളിൽ വളരെ ചുരുങ്ങിയ സമയം നമ്മൾ ആ ചോദ്യപേപ്പറുകൾക്ക് ഉത്തരം ചെയ്യാനിരിക്കുന്നത് പോലെ ഈ ലോകത്ത് അള്ളാഹുവിന്റെ പരീക്ഷാലയത്തിൽ വിജയിക്കാനുള്ള വിഭവ സമാഹരണത്തിന് കൃത്യമായ ഉത്തരം കണ്ടെത്താനുള്ള ഒരു താൽക്കാലിക ജീവിതം മാത്രമാണ് ഇവിടെ നമ്മൾ അനുഭവിക്കുന്നത്. കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറ സബീൽ. അതുകൊണ്ട് ഈ ദുനിയാവിൽ, ഈ ഐഹികമായ ലോകത്ത് നിങ്ങൾ ജീവിക്കേണ്ടത് ഒരു അപരിചിതനെ പോലെയാവണം, ഒരു വഴിയാത്രക്കാരനെ പോലെയാവണം. നമ്മളൊരു യാത്ര പോകുന്നു, അത് കോഴിക്കോട്ടേക്കോ തിരുവനന്തപുരത്തേക്കോ എങ്ങോട്ടുമാവട്ടെ, പോകുന്ന തിരുവനന്തപുരത്തേക്കും കോഴിക്കോട്ടും നമ്മൾ സ്ഥിരതാമസമാക്കാറില്ല. നമ്മളുടെ ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരും. അത്രമാത്രമേ ഒരാവശ്യത്തിന് വേണ്ടി വന്നവരാണ് നമ്മൾ ഈ ലോകത്തേക്ക്. അത് വിഭവങ്ങൾ സമാഹരിക്കാനാണ്. അത് പരിമിതമായ കാലമാണ്. ആ കാലത്തിന് ശേഷം നമ്മൾ തിരിച്ചു പോകേണ്ടി വരും. പക്ഷേ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ വല്ലാത്ത ഓട്ടവും പാച്ചിലുമാണ്, റെസ്റ്റില്ലാത്ത യാത്രകളാണ്. അതൊക്കെയും ഈ ദുനിയാവിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഓട്ടവും നമ്മുടെ പാച്ചിലും റെസ്റ്റില്ലാത്ത യാത്രയും നമ്മുടെ ടെൻഷനുകളും എല്ലാം ഈ ഐഹികമായ ജീവിതത്തിലെ സുഖങ്ങളും സൗകര്യങ്ങളും ആസ്വാദനങ്ങളും സന്തോഷങ്ങളും ആർജിക്കുവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങൾ എന്തിനു ജീവിക്കുന്നു ചോദിച്ചാൽ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുന്ന മറുപടി, ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു. ഇതാണ് നമുക്കൊക്കെയും മറുപടി പറയാനുള്ളത്. ഞാൻ എന്റെ ആഖിറത്തിലേക്ക് വേണ്ടിയില്ല, ഞാൻ എന്റെ പരലോക ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ജീവിതമാണ് ഞാൻ ഇവിടെ വെച്ച് നയിക്കുന്നത്, അതിനാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറയാൻ നമുക്ക് ആരെക്കൊണ്ടും കഴിയുന്നില്ല. നമ്മുടെ ഈമാൻ നമ്മുടെ മനസ്സിനകത്തേക്ക്, ഹൃദയത്തിനകത്തേക്ക് അത്തരമൊരു ചിന്ത ഉണ്ടാകുന്നില്ല. ഒരു മരണവീട്, ഒരാൾ മരണപ്പെട്ടാൽ പിന്നീട് ആ മരണപ്പെട്ട വ്യക്തിയുടെ മക്കളുടെ അവസ്ഥ എന്തായിരിക്കും? മരണപ്പെട്ട വ്യക്തിയുടെ
ഭാര്യയുടെ അവസ്ഥ എന്തായിരിക്കും, മാതാവിന്റെയും പിതാവിന്റെയും അവസ്ഥ എന്തായിരിക്കും? ഇതാണ് നമ്മളെ വ്യാകുലപ്പെടുത്തുന്ന ചോദ്യങ്ങളും ആശങ്കകളും. മരണപ്പെട്ട വ്യക്തിയുടെ അവസ്ഥ എന്ത്? അത് നമ്മുടെ പ്രശ്നമാവുന്നില്ല. നമ്മുടെ ഒക്കെ അവസ്ഥ ഏതാണ്? മരണപ്പെട്ട വ്യക്തിയുടെ അവസ്ഥ എന്ത്? നമ്മൾ ആരും ആലോചിക്കുന്നില്ല. ആ വ്യക്തിയെക്കുറിച്ച് നമുക്ക് ആശങ്കപ്പെടാനില്ല. ജീവിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ആശങ്കപ്പെടാൻ മാത്രമാണ് നമ്മളൊക്കെയും ഇഷ്ടപ്പെടുന്നതും നമ്മളൊക്കെ പരിശീലിച്ചിട്ടുള്ളതും. ഇബാദത്തുകൾ വരെ നഷ്ടമാവുകയാണ്. ഈ ഐഹികമായ ജീവിതത്തിന്റെ നെട്ടോട്ടത്തിനിടയിൽ ഇബാദത്തുകൾ വരെ നമുക്ക് നഷ്ടമാവുകയാണ്. കച്ചവടത്തിന് വേണ്ടി, സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരെ ഇബാദത്തുകൾ മാറ്റിവെക്കുന്ന അവസ്ഥയിലേക്ക് പൊതുസമൂഹവും തലമുറയും എത്തിപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫവല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലൽ ഫഖ്റ അഖ്ശാ അലൈക്കും, നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നത് ദാരിദ്ര്യത്തെയല്ല. ദാരിദ്ര്യത്തെ ഞാൻ ഭയപ്പെടുന്നില്ല. വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത അലൈക്കും ദുനിയ, നിങ്ങളുടെ മേൽ ഞാൻ വല്ലാതെ ഭയപ്പെടുന്നത് ഈ ഭൗതിക ജീവിതത്തിലെ, ഐഹിക ജീവിതത്തിലെ സുഖവും സൗകര്യങ്ങളുമാണ് ഞാൻ വല്ലാതെ ഭയപ്പെട്ടു പോകുന്നത്. നിങ്ങൾക്കൊരു പട്ടിണിയുണ്ടാവും, ദാരിദ്ര്യമുണ്ടാവും, അതിനെനിക്ക് ഭയമില്ല, ഞാൻ അതിനെക്കുറിച്ച് ആശങ്കപ്പെടുന്നില്ല. നിങ്ങൾ ഈ ദുനിയാവുമായി എത്രമാത്രം കെട്ടുപിണഞ്ഞ് കിടക്കുന്നു എന്നതാണ് എന്നെ ആശങ്കപ്പെടുത്തുന്ന വലിയ സംഗതി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നമ്മളെ. കമാ ബുസിദത് അലാ മൻ കാന ഖബലക്കും, നിങ്ങളുടെ പൂർവികരായ ആളുകൾക്ക് ജീവിത വിഭവങ്ങൾ വിശാലമാക്കി നൽകിയതുപോലെ നിങ്ങൾക്കും ജീവിത വിഭവങ്ങൾ, ജീവിത സൗഖ്യങ്ങൾ, സുഖവും സന്തോഷവും എത്രമാത്രം വിശാലമായി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ അത്ര കണ്ട് നിങ്ങൾ ദൈവത്തെയും അല്ലാഹുവിനെയും പരലോകത്തെയും മതിമറന്നുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കും നിങ്ങൾ നയിക്കുക. അതാകുന്നു നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഫതനാഫസൂഹ കമാ തനാഫസൂഹും, പൂർവികരായ ആളുകൾ പൂർവികർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ് ജീവിച്ചു മരിച്ചുപോയ അമ്പിയാക്കന്മാരുടെ അക്രമികളായ ആളുകൾ സുഖിച്ച് രമിച്ച് ജീവിച്ചതുപോലെ അവർ ഭൗതിക വിഭവങ്ങൾ ഒരുമിച്ച് കൂട്ടുവാനുള്ള മുഴുവൻ സമയങ്ങളും ചെലവഴിച്ചതുപോലെയുള്ള ഒരു മത്സരമാണ് നിങ്ങൾക്കിടയിൽ ഞാൻ ഭയപ്പെടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സത്യമല്ലേ ഇത്? ഈ പ്രവാചകന്റെ ഈ വചനം സത്യമല്ലേ? എത്ര കിട്ടിയാലും നമുക്ക് മതിയാവുന്നില്ല. കിട്ടിയതും അതിന്റെ ലാഭവും അതുകൂടെ കൂട്ടി പിന്നീട് മറ്റൊന്ന് വാങ്ങിക്കൂട്ടുമ്പോൾ അതിന് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു മനുഷ്യരായ നമ്മൾ. നമുക്ക് മതിയാവുന്നില്ല. എത്ര കിട്ടിയിട്ടും നമുക്ക് മതിയാവുന്നില്ല. 4-5 തലമുറകൾക്ക് ജീവിക്കാൻ ആവശ്യമായ മുഴുവൻ സമ്പത്തും ഒരുമിച്ച് കൂട്ടിയിട്ടും അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, എത്രയും നമുക്ക് വാരിക്കൂട്ടാവുന്നതാണ്. പക്ഷേ ആ അള്ളാഹുവിനെ മതിമറന്നുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ പാടില്ല എന്നതാണ് സൂചിപ്പിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അഫ്ലഹ, ഒരു മനുഷ്യൻ വിജയിച്ചിരിക്കുന്നു. മൻ അസ്ലമ, അവൻ മുസ്ലിമാണ്. വ റുസിഖ കഫാഫൻ, മാന്യമായി ജീവിക്കാനുള്ള, മാന്യമായി അവന്റെ വിശപ്പടക്കാനുള്ള, അവന്റെ മക്കൾക്ക് വിശപ്പടക്കാനുള്ള, അവന്റെ മക്കൾക്ക് വിദ്യാഭ്യാസവും മറ്റ് ആവശ്യങ്ങൾക്കുമുള്ളതൊക്കെയും അള്ളാഹു നൽകി. കന്നഅഹുദ ബിമാ ആതാഹു, അള്ളാഹു നൽകിയതിൽ അവൻ സംതൃപ്തരാവുകയും അള്ളാഹുവിന് വഴിപ്പെട്ട് അവന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ അവൻ വിജയിച്ചിരിക്കുന്നു. അവനൊന്നും ഭയപ്പെടാനില്ല. അവന്റെ കൂടെ അള്ളാഹുവുണ്ട്. അവന് പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അവനെ സഹായിക്കാൻ അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടാവും. അള്ളാഹുവിന്റെ പാശം മുറുകെ പിടിച്ചവൻ ജീവിക്കാൻ ശ്രമിക്കുന്നവനാണ്. അത്തരം ആളുകൾ വിജയിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒന്നുകൂടി പ്രവാചകൻ പറഞ്ഞു, ഇന്നാ അഖ്വഫമാ തഖഫഫു അലാ ഉമ്മത്തി, എന്റെ സമുദായത്തെ ഏറ്റവും കൂടുതൽ ഞാൻ ഭയപ്പെടുന്നത്, എന്റെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഞാൻ ഭയപ്പെടുന്നത് അൽ ഹവ, അവർ തന്നിഷ്ടം പ്രവർത്തിക്കും എന്നതിനെ സംബന്ധിച്ച്. അവർ തീരുമാനിക്കുന്നതാണ്, അവരിഷ്ടപ്പെടുന്നതാണ്, അവരുടെ മനസ്സുകൾ ഇച്ഛിക്കുന്നതാണ്, അവർ
പ്രവർത്തിക്കുന്നതിന്. അങ്ങനെ തന്നിഷ്ടം പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ വല്ലാതെ ഭയപ്പെടുകയാണ്. മാത്രമല്ല തൂറുൽ അമൽ, അവർക്ക് അതിമോഹവും കൂടി ഉണ്ടാവുകയാണ്. തന്നിഷ്ടം പ്രവർത്തിക്കുന്നു, അതോടൊപ്പം അവർ അതിമോഹവും അവരുടെ ജീവിതത്തിൽ അവർ കൂടെ കൊണ്ട് നടക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, വ അമ്മൽ ഹവ, ഈ തന്നിഷ്ടക്കാർ ഫയസുദു അനിൽ ഹഖി, അവർ സത്യത്തിൽ നിന്ന് വിദൂരമായി നിൽക്കുകയാണ്. സത്യം മനസ്സിലാക്കാൻ അവർ മെനക്കെടുന്നില്ല. സത്യത്തിൽ നിന്ന് ബഹുദൂരം അകന്നു നിൽക്കുന്നവരാണ് ഈ തന്നിഷ്ടം പ്രവർത്തിക്കുന്നവർ. വാമ്മാ തൂറുല്ലമൻ, എന്നാൽ അതിമോഹമാവട്ടെ ഫയുൻസിയല്ലാഖിറ, അതിമോഹികൾ അവരുടെ പരലോകത്തെ സംബന്ധിച്ച് അവർ മറന്നു പോവുകയാണ്. അവർ ചിന്തിക്കുന്നത് മുഴുവൻ ഇഹലോകത്തെ സംബന്ധിച്ചാണ്, ഒരു മരണത്തെക്കുറിച്ച്, മരണാനന്തരം അവരിലേക്ക് വരാനുള്ള ഒരു പരലോകത്തെ സംബന്ധിച്ച്, ഒരു വിചാരണയെ സംബന്ധിച്ച്, ഒരു മഹിഷറയെ സംബന്ധിച്ച്, ഒരു സ്വർഗത്തെ സംബന്ധിച്ച്, ഒരു നരകത്തെ സംബന്ധിച്ച് അവർക്ക് ആലോചിക്കാൻ സമയമില്ല. അവർക്ക് ആലോചിക്കാൻ സമയമില്ല. അത്തരം ഒരു ചിന്തകൾ പോലും അവരിലേക്ക് കടന്നു വരുന്നില്ല. പ്രവാചകൻ വിശദീകരിച്ചു വഴിയെ, വഹാദിഹി ദുനിയ മുർത്തഹിലത്തുൻ ദാഹിബ, നിങ്ങൾ ജീവിക്കുന്ന ഈ ലോകമുണ്ടല്ലോ, നിങ്ങൾ ജീവിക്കുന്ന ഈ ദുനിയാവുണ്ടല്ലോ, അതൊരു യാത്ര ചെയ്തു പോകുന്ന ഒരു വാഹനമാണ്. ഇപ്പോൾ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുനിയാവ് യാത്ര ചെയ്തു കൊണ്ടുപോകുന്ന ഒരു വാഹനമാണ്. വഹാദിഹിൽ ആഖിറ, എന്നാൽ പരലോകമാകട്ടെ മുർത്തഹിലത്തുൻ ഖാദിമ, അത് വരാനിരിക്കുന്ന ഒരു വാഹനമാണ്, അത് വരാനിരിക്കുന്ന ഒരു യാത്രാവാഹനമാണ്. നിങ്ങൾ ഇപ്പോഴുള്ളത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന, യാത്ര ചെയ്ത് തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിലാണ്. വരാനിരിക്കുന്നതോ ഒരു പരലോകമാകുന്നു. വലിക്കുല്യ വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ, ഈ രണ്ടിനും അത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ദുനിയാവിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, പരലോകത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഫൈനിസ്തതഅ്തും അല്ലാ തകൂനു മിൻ ബനി ദുനിയ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളാരും ഈ ദുനിയാവിന്റെ ആളുകളാവാൻ പാടില്ല. നിങ്ങളാരും ഈ ദുനിയാവിന്റെ ആളുകളാകാൻ പാടില്ല. ഫഫ്അലു, നിങ്ങൾ പ്രവർത്തിക്കണം. ഫഇന്നകുമുൽ യൗമ ഫീ ദാറിൽ അമൽ, ഈ ലോകം, ഇഹലോകം, ഭൗതിക ലോകം, നമുക്ക് ലഭിച്ചിട്ടുള്ള ആയുസിന്റെ ഈ ഇട, 60 വയസ്സുവരെ 70 വയസ്സുവരെ ജീവിക്കാൻ അള്ളാഹു നൽകിയിട്ടുള്ള ഈ ആയുസ്, അത് പ്രവർത്തനത്തിനുള്ള ഒരു മേഖലയാണ്. ദാറുൽ അമൽ, പ്രവർത്തിക്കാനുള്ള ഒരു കാലഘട്ടമാണ്, പ്രവർത്തനങ്ങൾക്കുള്ള ഒരു അവസ്ഥയാണ്. വലാ ഹിസാബ, ഇവിടെ വിചാരണകളില്ല, ഇവിടെ പ്രവൃത്തികൾ മാത്രമാണ്, ഇവിടെ വിചാരണകളില്ല. എന്നാൽ വ അന്തും ഗദൻ, നാളെയോ ഫീ ദാറിൽ ആഖിറ, അത് പരലോക ജീവിതമാണ്, അത് പരലോകമാണ്. വലാ അമൽ, അവിടെ പ്രവർത്തിക്കാൻ അവസരങ്ങളില്ല, അവിടെ വിചാരണ ചെയ്യപ്പെടുന്ന അവസ്ഥകളാണുള്ളത് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവുമായി കെട്ടുപിണഞ്ഞു നടക്കുന്ന മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ച് കൃത്യമായ ഒരു മാർഗരൂപം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. ഈ ലോകം കർമ്മങ്ങൾക്കുള്ളതാണ്, ഈ ലോകം കർമ്മങ്ങൾക്കുള്ളതാണ്. നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, ഇതൊക്കെ നാളെ പരലോക ജീവിതത്തിനുള്ള ഒരു വിഭവ സമാഹരണത്തിനുള്ള സൗകര്യങ്ങളായി ഉപയോഗപ്പെടുത്തേണ്ടവരാണ് ബുദ്ധിയുള്ള മനുഷ്യർ എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഗ്തനിം ഖംസൻ, 5 കാര്യങ്ങൾ നിങ്ങൾ വല്ലാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 5 കാര്യങ്ങൾ നിങ്ങൾ വല്ലാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഖബല ഖംസിൻ, മറ്റ് 5 കാര്യങ്ങൾക്ക് മുമ്പ്. ഒരു 5 കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിന് മുമ്പ് 5 കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ് 5 കാര്യം? പ്രവാചകൻ പറഞ്ഞു, ശബാബക ഖബല ഹറമിക, വാർദ്ധക്യം വരുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ യുവത്വകാലം. യുവത്വം ഒരു 40 വയസ്സുവരെയുള്ള കാലം. 40 വയസ്സുവരെയും നമ്മുടെ ശരീരം പ്രതിപ്രവർത്തിക്കുന്നില്ല. എല്ലാ അസുഖങ്ങളും വെളിവാകുന്നത് 40 വയസ്സുകൾക്ക് ശേഷമാണ്. 40 വയസ്സുകൾക്ക് ശേഷമാണ് നമുക്ക് കൊളസ്ട്രോൾ, പ്രഷർ, ഷുഗർ, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ പ്രതിഫലിച്ചു തുടങ്ങുന്നത് 40 വയസ്സുകൾക്ക് ശേഷമാണ്. അതുവരെ നമ്മൾ ആലോചിക്കുന്നില്ല. ഞാൻ വയസ്സനായി എന്ന് നമുക്ക് തോന്നുന്നത് നമ്മുടെ ശരീരം നമ്മളിൽ പ്രവർത്തിക്കുമ്പോഴാണ്. ഷുഗർ ഉണ്ടാകുമ്പോൾ ഞാനൊരു രോഗിയായി എന്ന് പറഞ്ഞ്, പ്രഷർ ഉണ്ടാകുമ്പോൾ ഞാനൊരു രോഗിയാണെന്ന് പറഞ്ഞ്, കൊളസ്ട്രോൾ, ഇത് 3 കൂടെ ഉണ്ടായാലോ പിന്നെ മനുഷ്യന് വല്ലാത്ത ടെൻഷനാണ്. മധുരമിട്ടൊരു ചായ കുടിക്കാൻ കഴിയുന്നില്ല, ഉപ്പിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, ഒരിറച്ചിയോ മുട്ടയോ നമുക്ക് കഴിക്കാൻ കഴിയുന്നില്ല. എവിടെയും നിയന്ത്രണമാണ്.
അപ്പോൾ ഈ 40 കൊല്ലം നമുക്ക് നല്ല ആരോഗ്യമുള്ള, നല്ല സമയമുള്ള സന്ദർഭത്തിൽ വാർദ്ധക്യം വരുന്നതിന് മുമ്പ്, നമ്മുടെ ശരീരം നമ്മളെ അശക്തമാക്കുന്നതിന് മുമ്പ് നമുക്ക് പരലോകത്തേക്കുള്ള ഒരു ജീവിതത്തിനുള്ള മുഴുവൻ സെറ്റപ്പുകളും ഇവിടെ നമ്മൾ വല്ലാത്ത സെറ്റപ്പ് ഉണ്ടാക്കുകയാണ്. അത് 20 വയസ്സ് മുതൽ അധ്വാനിക്കാൻ തുടങ്ങും. 20 വയസ്സ് മുതൽ അധ്വാനിക്കാൻ തുടങ്ങും. നല്ല ആരോഗ്യമുള്ളപ്പോഴല്ലേ 10 കാശുണ്ടാക്കാൻ പറ്റുള്ളൂ. നല്ല സമയത്തല്ലേ വല്ലതുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ അധ്വാനിക്കാൻ പറ്റുമോ? പക്ഷേ നമ്മുടെ പരലോകത്തെ സംബന്ധിച്ച് നമുക്കങ്ങനെ ആലോചനയില്ല. എന്റെ ഈ നല്ല ആരോഗ്യാവസ്ഥയിൽ, ഈ നല്ല യുവത്വകാലത്ത് എന്റെ പരലോകത്തിന് വേണ്ടി ആളുകൾ എപ്പോഴാണ് ഹജ്ജിന് പോകാൻ തുടങ്ങിയത്? ഇപ്പോഴാണ് കുറെയൊക്കെ ചെറുപ്പക്കാർ ഹജ്ജിന് പോകുന്നത്. മുമ്പൊക്കെ ഒരു 50 വയസ്സ് കഴിഞ്ഞുള്ള പ്രായം ചെന്ന ആളുകളാണ് ഹജ്ജിന് പോയിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ഒരു 10 വർഷത്തിനിപ്പുറമായിട്ട് ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഹജ്ജ് എന്ന് പറയുന്നത് പ്രായമായ ആളുകൾക്കുള്ള ഒരു ഇബാദത്തായി കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമുക്കിടയിൽ. അവിടെ ചെന്നാലോ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഹജ്ജിന്റെ എല്ലാ വശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നല്ല ആത്മസംതൃപ്തിയോടുകൂടി ഹജ്ജ് ചെയ്യാൻ കഴിയുന്നില്ല. സഫാ മർവയ്ക്കിടയിൽ നടക്കാൻ കഴിയുന്നില്ല. തിരക്കിനിടയിൽ തവാഫ് ചെയ്യാൻ കഴിയുന്നില്ല. പലതിനും ശരീരം നമ്മളെ അശക്തമാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ നമ്മുടെ ഈ യുവത്വകാലം നമ്മൾ പരലോകത്തേക്കുള്ള ഒരു വിഭവ സമാഹരണത്തിന്റെ കാലഘട്ടമായി നമ്മൾ കാണേണ്ടതുണ്ട്. രണ്ടാമത് പ്രവാചകർ പറഞ്ഞു, വസുഹതിക ഖബല സുഖമിക, രോഗം വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. നല്ല സമയത്ത് നല്ല ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കാൻ കഴിയണം നമുക്ക്. അതൊരു 60 വയസ്സിന് ശേഷം കിടന്നാൽ ഉറക്കം വരാത്ത ഒരു സമയത്ത്, അല്ലെങ്കിൽ പരവേശം കൊണ്ട് 4 മണിക്കും 5 മണിക്കും എഴുന്നേറ്റ് നമസ്കരിക്കുന്ന ഒരവസ്ഥയല്ല. നല്ല യുവത്വകാലത്ത് നല്ല ആരോഗ്യമുള്ള സമയത്ത് ആരാധനകൾ ആത്മനിർവൃതിയോടുകൂടി, സന്തോഷത്തോടുകൂടി, മനസ്സിന്റെ ആ നല്ല അവസ്ഥയിൽ നിർവഹിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഖബല ഫഖരിക, നിനക്കൊരു ദാരിദ്ര്യം വരുന്നതിന് മുമ്പ്. ഇപ്പോൾ ഇഷ്ടം പോലെ സമ്പത്തുണ്ടല്ലോ, ഇപ്പോൾ നീ നല്ല സെറ്റപ്പിലാണല്ലോ, ഇപ്പോൾ നിനക്ക് ദൈവമാർഗത്തിൽ, നല്ല മാർഗത്തിൽ നിനക്ക് ചെലവഴിക്കാമല്ലോ, ചിലവഴിച്ചോളുക. നീ മരണപ്പെട്ടു പോയാലോ നീ ഒന്നും കൊണ്ടുപോകുന്നില്ലല്ലോ. പിന്നെ അത് ഉപയോഗിക്കുന്നതിന്റെ അനന്തരാവകാശികളാണ്. അവരെങ്ങനെ ഉപയോഗിക്കുന്നു അറിയില്ല നമുക്ക്. അതുകൊണ്ട് നീ ഉണ്ടാക്കുന്നത് നിനക്ക് വേണ്ടി ചിലവഴിക്കാൻ നീ ശ്രദ്ധിക്കണം. നിന്റെ മരണശേഷം ഒരു 10 ചാക്കരി നിന്റെ മക്കളെടുത്ത് വിതരണം ചെയ്തുകൊണ്ട് എത്ര കണ്ടതിന് ഗുണം കിട്ടും പറയാൻ കഴിയില്ല. നിന്റെ മരണശേഷം നീ ജീവിച്ചിരുന്നപ്പോൾ ഒന്നും കൊടുത്തില്ല. വഖഫായി പള്ളിക്ക് 10 സെന്റ് സ്ഥലം കൊടുത്തത് കൊണ്ട് എത്ര പ്രതിഫലം കിട്ടും എന്ന് പറയാൻ കഴിയില്ല. നീ ജീവിച്ചിരുന്നപ്പോൾ ഒന്നും കൊടുത്തില്ല. വന്ന ആളുകളെയൊക്കെയും പുച്ഛത്തോടു കൂടി നീ മടക്കി അയച്ചു. കഴിയണം നിനക്ക് ജീവിച്ചിരിക്കുമ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ, സമ്പത്തുള്ളപ്പോൾ അധ്വാനിക്കുന്നതോടൊപ്പം ആ അധ്വാനിക്കുന്നതിന്റെ വിലയും അതിന്റെ കഷ്ടപ്പാടും മനസ്സിലാക്കി മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനും കഴിയുന്ന ഒരവസ്ഥ നിന്റെ മനസ്സിൽ നീ ഉണ്ടാക്കിയെടുക്കണം. ഖബല ശുഗലിക, 70 വയസ്സിന് ശേഷം എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലല്ല ഇബാദത്തുകളെ കുറിച്ച് നീ ആലോചിക്കേണ്ടത്. എഴുന്നേറ്റ് നിൽക്കാൻ നിനക്ക് കഴിയുമ്പോൾ, നിനക്ക് നടക്കാൻ കഴിയുമ്പോൾ, ആരോഗ്യമുള്ള സമയത്ത് ഒഴിവ് കണ്ടെത്തി. പലപ്പോഴും നമ്മൾ അങ്ങനെയാണ്. ഒരു പ്രോഗ്രാം നമ്മൾ ഉണ്ടാക്കുന്നു, ഒരു പ്രോഗ്രാം, അത് ഇസ്ലാമിക വൈജ്ഞാനിക സദസ്സാണ്. നമ്മൾ പലരെയും വിളിക്കും, 2ഉം 3ഉം പ്രാവശ്യം നമ്മൾ ചെന്ന് വിളിക്കുമ്പോഴൊക്കെ അവർ പറയുന്നത് നോക്കട്ടെ സമയമുണ്ടെങ്കിൽ വരാം. സമയമുണ്ടെങ്കിലല്ല, സമയമുണ്ടാക്കി വരണം. ഖുർആൻ പഠിക്കാൻ നമുക്ക് കഴിയുന്നില്ല. കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും ഖുർആൻ ലേണിംഗ് സ്കൂളുകൾ കൃത്യമായി നടന്നു വരുന്നുണ്ട്. പല ആളുകൾക്കും അവിടെ എത്തിപ്പെടാൻ കഴിയുന്നില്ല. എന്താ കാരണം? സമയമില്ല. സമയം ഒന്നുമില്ല. മുമ്പും ആർക്കും 48 മണിക്കൂറൊന്നുമില്ലല്ലോ ഒരു ദിവസത്തിൽ. എല്ലാവർക്കും 24 മണിക്കൂറാണ്.
പക്ഷെ നമുക്ക് സമയം തികയുന്നില്ല. ആ സമയം തികയാത്തത് ദീനിന്റെ വിഷയത്തിൽ മാത്രമാണ്, ഇബാദത്തിന്റെ വിഷയത്തിൽ മാത്രമാണ്. നമുക്ക് ഫർദ് നമസ്കരിക്കാനേ സമയമുള്ളൂ, ഫർദ് നമസ്കരിക്കാനേ സമയമുള്ളൂ. ദിക്ർ ചൊല്ലാൻ സമയമില്ല, സുന്നത്ത് നമസ്കരിക്കാൻ സമയമില്ല, നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല, ഒന്നിനും സമയമില്ല. അങ്ങാടികളിൽ വരുന്നു, എത്ര സമയവും നമ്മൾ ചെലവഴിക്കും, എത്ര സമയവും നമ്മൾ ചെലവഴിക്കും. സമയത്തിന്റെ വില അറിയേണ്ടതുണ്ട്. നമ്മൾ നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു വരില്ല. ഒരു സെക്കൻഡ് പോലും, നഷ്ടപ്പെട്ട ഒരു സെക്കൻഡ് പോലും നമ്മളിലേക്ക് തിരിച്ചു വരില്ല. ഓരോ സമയത്തെ സംബന്ധിച്ചും അള്ളാഹു നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുമെന്ന കൃത്യമായ ബോധ്യം നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഈ ഐഹികമായ ജീവിതം നമ്മളെ വല്ലാതെ പിടിച്ചു വലിക്കുകയാണ് തെറ്റുകളിലേക്ക്. നമ്മൾ ജീവിക്കുന്ന ലോകവും കാലവും തെറ്റുകളിൽ മുങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. നമ്മൾ വീട്ടിൽ നിന്നിറങ്ങിയാൽ കണ്ണു തുറക്കുമ്പോൾ കാണുന്ന പോസ്റ്ററുകൾ, കാണേണ്ടി വരുന്ന ചിത്രങ്ങൾ, കാണേണ്ടി വരുന്ന അവസ്ഥകൾ നമ്മളെ തെറ്റുകളിലേക്ക് വല്ലാതെ ക്ഷണിച്ചുകൊണ്ടു പോകുന്നതാണ്. എത്ര അർത്ഥവത്താണ് പ്രവാചകന്റെ ഈ വചനം. വഹയാത്തക ഖബ്ല മൗതിക, മരണം വരുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തെ നീ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. നിന്റെ ജീവിതത്തെ നീ കൃത്യമായി അളന്നു തൂക്കി കണക്കാക്കേണ്ടതുണ്ട്. ഓരോ സമയവും ഓരോ സന്ദർഭവും അത് കൃത്യമായി വിലയുള്ളതാണ് എന്ന് പഠിക്കേണ്ടതുണ്ട്, ഓർക്കേണ്ടതുണ്ട്. പക്ഷേ ഒന്നും നമുക്ക് ഓർക്കാൻ സമയമില്ല. നമ്മളൊക്കെ വല്യേട്ടന്മാർ ചമഞ്ഞു നടക്കുകയാണ്. എത്രയാ നമ്മുടെയൊക്കെ കിബിറിന്റെ വലിപ്പം, നമ്മുടെയൊക്കെ മനസ്സിലുള്ള കിബിറിന്റെ അളവെത്രയാ? ടൺ കണക്കിനുണ്ടാവും. ഒരു 407 807 ഒന്നും ഉണ്ടെങ്കിൽ കയറുമെന്ന് തോന്നില്ല. നാഷണൽ പെർമിറ്റ് തന്നെ വേണ്ടിവരും നമ്മുടെയൊക്കെ മനസ്സുകളിലുള്ള കിബിർ കയറ്റാൻ. അത്രയേറെ ഉണ്ടാവും. അത്രയേറെ കിബിറുമായി നടക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ കണ്ണിൽ മറ്റുള്ളവരെല്ലാം നിസ്സാരന്മാരാണ്. നമ്മുടെ കണ്ണിൽ മറ്റുള്ളവരെല്ലാം നിസ്സാരന്മാരാണ്. ഞാൻ മാത്രം, എന്റെ ഭാര്യ മാത്രം, എന്റെ കുടുംബം മാത്രം, ബാക്കിയുള്ളവരെല്ലാവരും. നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു നെഞ്ചുവേദന ഉണ്ടാകണമെന്ന് കഴിഞ്ഞു നമ്മുടെ കാര്യം. പല മരണങ്ങളും നമ്മൾ കേൾക്കുന്നു. ആരാ മരിച്ചത്? ഇന്നയാളാ മരിച്ചത്. എന്തായിരുന്നു? അറ്റാക്ക്. എത്ര മരണങ്ങൾ, എത്ര അഹങ്കാരത്തോടു കൂടി നടന്ന ആളുകൾ. റബ്ബിന്റെ മരണമെന്ന വിധിക്ക് മുമ്പിൽ നിസ്സഹായരായി തിരിച്ചു പോകേണ്ടി വരുന്ന എത്രയോ ഹതഭാഗ്യവാന്മാർ. ഒരു തലവേദന, ഒരു തലവേദന, അതൊരു ദിവസം നീണ്ടു, 2 ദിവസം നീണ്ടു. എത്ര ഗുളിക കുടിച്ചിട്ടും എത്ര വിക്സ് തേച്ചിട്ടും മാറുന്നില്ല. ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടർ പരിശോധിച്ചു, സ്കാൻ ചെയ്തു, ട്യൂമറാണ്. കഴിഞ്ഞു അവന്റെ കാര്യം. അവൻ ആകെ തളർന്നു പോവുകയാണ്. അതുവരെ അവൻ ഉണ്ടാക്കിയതൊക്കെയും അതിന്റെ മുമ്പിൽ പതറിപ്പോവുകയാണ്. അതുവരെ ഉണ്ടായിരുന്ന അവന്റെ അഹങ്കാരം അവിടെ കെട്ടഴിഞ്ഞു വീഴുകയാണ്. അവിടെ കെട്ടഴിഞ്ഞു വീഴുകയാണ്. നിസ്സഹായവനായി അവൻ നിൽക്കുകയാണ്. കാണുന്നവരോടൊക്കെ ദൈന്യമായ ഒരു നോട്ടം, അതുമാത്രമാണ്. ചിലരെയൊക്കെ കാണുമ്പോൾ അവന്റെ കണ്ണുകൾ വിതുമ്പുകയാണ്, അവന്റെ മനസ്സ് തേങ്ങുകയാണ്. പക്ഷേ ഒന്നും സാധിക്കുന്നില്ല, ഒന്നും സാധിക്കുന്നില്ല. മുമ്പുണ്ടായിരുന്ന ആളല്ലല്ലോ ഇപ്പോൾ, വല്ലാതെ മാറിപ്പോയിരിക്കുന്നു. കാരണം എല്ലാം കഴിഞ്ഞു എന്നവൻ വിചാരിക്കുന്നു. ശരീരത്തിലൊരു മുഴ പരിശോധിച്ചു, അയച്ചു ബയോപ്സിക്ക് വേണ്ടി. തിരിച്ചു വന്ന റിപ്പോർട്ട് ക്യാൻസർ എന്ന് പറയപ്പെടുന്നു. അവന്റെ ജീവിതമാകെ തകർന്നു പോവുകയാണ്. അവന്റെ പ്രതീക്ഷകളൊക്കെയും അസ്തമിച്ചു പോവുകയാണ്. അവന്റെ ആഗ്രഹങ്ങളൊക്കെയും അവിടെ കെട്ടഴിഞ്ഞു വീഴുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ വല്ലാതെ ആസ്വദിക്കുകയാണ് നമ്മുടെ ജീവിതം. എന്താ നമ്മൾ ആസ്വദിച്ചത്? ഒന്നും നമ്മൾ ആസ്വദിച്ചിട്ടില്ല. ഇപ്പോൾ എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും 30 40 വയസ്സ് കഴിഞ്ഞ ആളുകളാണ്. ജീവിതത്തിന്റെ പകുതിയിലധികം കഴിഞ്ഞു. വല്ലതും നേടിയോ നമ്മൾ? വല്ലതും ആസ്വദിച്ചോ നമ്മൾ? നമുക്കുണ്ട് മക്കൾ, അവരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇനിയുമുണ്ട് അവരെ കല്യാണം കഴിച്ചയക്കാൻ 10 15 വർഷം. പക്ഷേ നമ്മുടെ ജീവിതം പാതി കഴിഞ്ഞു. ഇനി എത്ര ഉണ്ടാവും? ഈ ഉമ്മത്തിന്റെ ആയുസ്സായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് 60.
40 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് എത്രയുണ്ട് ബാക്കി? 7300 ദിവസം. 7300 ദിവസം. 50 വയസ്സ് വരെ ജീവിച്ച ഒരാൾക്ക് എത്രയുണ്ട് ബാക്കി? 4000 ശിഷ്ടം ദിവസം. വല്ലതും ആസ്വദിച്ചോ നമ്മൾ? വല്ലതും നേടിയോ നമ്മൾ? ഒന്നും നേടിയിട്ടില്ല, ഒന്നും ആസ്വദിച്ചിട്ടില്ല. ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ മാത്രം ബാക്കിയായി നിൽക്കുകയാണ്. ഒന്നും സമ്പാദിച്ചിട്ടില്ല നമ്മൾ. പക്ഷേ നമുക്ക് പോകാനുള്ള ഒരു ലോകത്തേക്ക് വേണ്ടി വല്ലതും സംബോധിച്ചോ നമ്മൾ? അതൊന്നും സമ്പാദിച്ചില്ല, അങ്ങോട്ടും ഒന്നും സമ്പാദിച്ചിട്ടില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ 40 കൊല്ലത്തെ ജീവിതം വേസ്റ്റായി പോയി എന്ന് ആലോചിക്കുകയാണ് നമ്മൾ, അല്ലേ? എത്രയാ നമ്മൾ ഇബാദത്ത് ചെയ്തത്? 60 വയസ്സുവരെ അല്ലെങ്കിൽ ഇപ്പോൾ 30 വയസ്സുവരെ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ 40 വയസ്സുള്ള ഒരു മനുഷ്യൻ, അവന്റെ പാതി ജീവിതം അവൻ ഉറങ്ങി തീർത്തതാണ്. 40-ൽ 20 തീർന്നു ഉറങ്ങി. അതിന്റെ പകുതി അവന്റെ ജീവിതത്തിലെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി അവൻ ചിലവഴിച്ചു. ഇങ്ങനെ 40 വയസ്സുള്ള ഒരു മനുഷ്യൻ ഇബാദത്തുകൾക്ക് വേണ്ടി ചിലവഴിച്ചിട്ടുള്ള സമയമൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവൻ ആകെ കൂടി. 40 വയസ്സുള്ള ഒരു മനുഷ്യൻ ഇബാദത്തുകൾക്കായി ചെലവഴിച്ച സമയം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആകെ കിട്ടുന്നത് 2-2.5 വർഷം മാത്രമാണ്. നമ്മൾ ആലോചിച്ച് നോക്കാം, എത്ര നിസ്സാരമാണ്, എത്ര ചെറുതാണ്, എത്ര ലളിതമാണ്. ഒരു ദിവസത്തെ ഫർദ് നമസ്കാരങ്ങൾക്ക് വേണ്ടി മാക്സിമം ചെലവഴിക്കുന്നത് 50 മിനിറ്റാണ്. 50 മിനിറ്റ്. ആ 50 മിനിറ്റ് എത്രത്തോളം ചുരുക്കി ഒരു 30-ലോ 40-ലോ നിർവഹിക്കാൻ കഴിയുമെന്നതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഒരു ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടു. നമ്മൾ പള്ളികളിലേക്ക് ഓടിയെത്തുമ്പോൾ 3 മിനിറ്റും 4 മിനിറ്റും കൊണ്ട് ഓടിത്തീർക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെയൊക്കെ നമസ്കാരവും മറ്റ് ആരാധനാക്രമങ്ങളും. ദുനിയാവിൽ ഒരു വിശ്വാസിയുടെ ജീവിതം എങ്ങനെയാവണം കൃത്യമായി വിവരിക്കുന്ന ഒരു ഹദീസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ലാ തസൂലു ഖദമ ഇബ്നു ആദം യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ ഖംസി. 5 കാര്യങ്ങളെ സംബന്ധിച്ച് അല്ലാഹു വിചാരണ ചെയ്തിട്ടല്ലാതെ നാളെ പരലോകത്ത് ഒരു മനുഷ്യനും അവന്റെ കാൽപാദം പറിച്ചു വെക്കാൻ കഴിയില്ല. സൂര്യൻ ഉദിച്ചാൻ മുകളിൽ നിൽക്കുമ്പോൾ ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകാന്ത്യം വരെയുള്ള മുഴുവൻ മനുഷ്യന്മാരും വിചാരണയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ 5 കാര്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹു കൃത്യമായി ചോദിച്ചിട്ടല്ലാതെ ഒരാൾക്കും ഒരടി പോലും മാറി നിൽക്കാൻ കഴിയില്ല എന്ന് പ്രവാചകൻ പറഞ്ഞു. എന്താണ് 5 കാര്യം? അൻ ഉംരിഹി ഫീമാ അഫ്നാഹു. അവന്റെ ആയുസ് നമുക്ക് കിട്ടിയിട്ടുള്ള 60 വർഷം, നമ്മൾ ജീവിച്ച 60 വയസ്സുവരെ നമ്മൾ എങ്ങനെ ജീവിച്ചു? പ്രവാചകൻ പഠിപ്പിച്ചത് അൻ ഉംരിഹി ഫീമാ അഫ്നാഹു. അവന്റെ ആയുസ് അവൻ എങ്ങനെ നശിപ്പിച്ചു എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിനോട് ചോദിക്കുക, എന്റെ ഈ 60 കൊല്ലം, എന്റെ ഈ 50 കൊല്ലം, എന്റെ ഈ 40 കൊല്ലം ഞാൻ എന്തിനു വേണ്ടി ചിലവഴിച്ചു? നശിപ്പിച്ചു? അതോ മറ്റൊരു ജീവിതത്തിന് വേണ്ടി വല്ലതും സമ്പാദിക്കുവാനുള്ള സമയം ഞാൻ കണ്ടെത്തിയോ? ആലോചിക്കുക നമ്മൾ. വഅൻ ശാബ്ബിഹി ഫീമാ അബ്രാഹു. അവന്റെ യുവത്വത്തെ എപ്പോഴും പ്രവാചകൻ എടുത്ത് പ്രശംസിച്ച ഒരു പ്രായമാണ്. അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി. വശാബ്ബുൻ നശഅ ഫീ ഇബാദത്തില്ല. തെറ്റുകളിലേക്ക് സാഹചര്യങ്ങളും സന്ദർഭങ്ങളും മാടി വിളിച്ചപ്പോൾ ആ തെറ്റുകൾ ചെന്നു വീഴാതെ എന്റെ റബ്ബിന്റെ തീരുമാനത്തിനനുസരിച്ച് മാത്രമേ ഞാൻ ജീവിക്കൂ എന്ന് ശഠിച്ചുറച്ചു നിന്ന ഒരു യുവാവും, അള്ളാഹുവിനെ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ജീവിച്ച യുവാക്കൾക്ക് അർശിന്റെ തണൽ ലഭിക്കും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ യുവത്വത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഈ യുവത്വം എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്ന് മനുഷ്യനോട് ചോദ്യം ചെയ്യപ്പെടും. വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു. നമ്മുടെ ധനം എങ്ങനെയാണ് നമ്മൾ ചിലവഴിച്ചത്? എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയത്? നമ്മളുടെ ഈ ദുനിയാവിന് വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ, ഈ ദുനിയാവ് മുഴുവനും വാരിക്കൂട്ടുന്നതിനിടയിൽ
ഞാൻ ഉണ്ടാക്കുന്ന ധനം അത് ഹലാലിന്റെ മാർഗത്തിലാണോ അതല്ല ഹറാമിന്റെ മാർഗത്തിലാണോ? എങ്ങനെ ഒരുമിച്ച് കൂട്ടുന്നു നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ല. നമ്മുടെ ലാഭം മാത്രമാണ് നമ്മൾ കാണാറുള്ളത്. മറ്റവന്റെ നഷ്ടം നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. മറ്റവന്റെ അസ്വസ്ഥതയും പ്രയാസവും നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. എനിക്കെന്റെ ലാഭം, അതിന് നമ്മൾ എണ്ണത്തിൽ പറ്റിക്കും, തൂക്കത്തിൽ നമ്മൾ കൃത്രിമം നടത്തും. എങ്ങനെയാണെങ്കിലും ശരി, അളവിൽ കൃത്രിമത്വം നടത്തും. എങ്ങനെയാണെങ്കിലും ശരി, എനിക്കെന്റെ ലാഭം, എനിക്കെന്റെ പ്രോഫിറ്റ്, എനിക്കെന്റെ ധനാഗമന മാർഗം, ഇത് മാത്രം ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. വഫീമ അൻഫഖഹു, അതെങ്ങനെ ചിലവഴിക്കുന്നു? എങ്ങനെയാണ് നമ്മൾ ചിലവഴിക്കുന്നത്? നമ്മുടെ ഓരോരുത്തരും നമ്മളുണ്ടാക്കിയ സമ്പത്ത് നമ്മൾ എങ്ങനെ ചിലവഴിക്കുന്നു? റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രംഗം വരാനുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. വമാദാ അമില ഫീമാ അലിമ. നീ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ, ഒരുപാട് വാദങ്ങളിൽ പങ്കെടുത്തു, ഒരുപാട് ഖുർആൻ ക്ലാസുകളിൽ പങ്കെടുത്തു, ഒരുപാട് വൈജ്ഞാനിക സദസ്സുകളിൽ നീ പങ്കെടുത്തു, നീ ഒരുപാട് അറിവുണ്ടാക്കി. പക്ഷേ ആ അറിവിനനുസരിച്ച് ജീവിക്കാൻ നീ ശ്രമിച്ചോ? റബ്ബിന്റെ ഒരു ചോദ്യമാണ്. അറിവില്ലാത്ത ആളുകളില്ല. ഏത് വിഷയത്തെ സംബന്ധിച്ച് ഫത്വ ചോദിച്ചാലും കൊടുക്കാൻ റെഡിയാണ് നമ്മളൊക്കെ. മതം എന്ന് പറയുന്നത് ആർക്കും ഫത്വ കൊടുക്കാവുന്ന ഒരു വേദിയായി നമ്മൾ കാണുകയാണ്. കേവലം രാഷ്ട്രീയം പറയണമെങ്കിൽ പത്രം വായിക്കണം, ഏറ്റവും ചുരുങ്ങിയത്. രാഷ്ട്രീയം പറയണമെങ്കിൽ പത്രമെങ്കിലും വായിക്കണം. മതം പറയണമെങ്കിലോ ഒരറിവിന്റെ ആവശ്യമില്ല. ആരെന്ത് ചോദിച്ചാലും ഏത് തരത്തിലുള്ള ഫത്വകൾ കൊടുക്കാനും നമ്മളൊക്കെ റെഡിയാണ്. പക്ഷേ അതിനനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാവുന്നുണ്ടോ? റബ്ബിന്റെ ഒരു ചോദ്യമാണ്. വമാദാ അമില ഫീമാ അലിമ. നീ മനസ്സിലാക്കിയതിനനുസരിച്ച് ജീവിക്കാൻ നീ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് വെച്ച് ചോദിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്തു വേണം നമ്മൾ പരലോകത്തേക്കുള്ള ജീവിതത്തിന് ഇഹലോകത്ത് വെച്ചുള്ള വിഭവങ്ങൾ സമാഹരിക്കാനുള്ള ഒരു സമയമാണ് അല്ലാഹു നമുക്ക് ആയുസ്സായി 60 വയസ്സ് നൽകിയിട്ടുള്ളത് എന്ന് പഠിക്കേണ്ടതുണ്ട്, ഉൾക്കൊള്ളേണ്ടതുണ്ട്. നമുക്ക് ജീവിതത്തിൽ അടുക്കും ചിട്ടയും ഉണ്ടാവണം, ജീവിതത്തിൽ അച്ചടക്കവും ഉണ്ടാവണം. ഓരോ ദിവസം കഴിയുമ്പോഴും എന്റെ ഖബറിലേക്കുള്ള ദൂരം കുറഞ്ഞു വരുന്നു എന്നൊരു തോന്നൽ നമുക്കുണ്ടാവണം. നമ്മൾ ആലോചിച്ചു നോക്കും. നമ്മൾ ഓരോ ദിവസം നമ്മൾ ഇന്ന് കഴിഞ്ഞു പോകുമ്പോഴും, ഇന്നലത്തെ ഒരു ദിവസം കഴിഞ്ഞു, ഇന്നിപ്പോൾ സമയം 6:10, ഇനി അധിക നേരമില്ല ഈ ദിവസം അവസാനിക്കാൻ. പക്ഷേ നമ്മുടെ ഖബറിലേക്കുള്ള ദൂരം കുറഞ്ഞു. നമ്മൾ ആലോചിക്കുന്നില്ല. നമ്മുടെ ആയുസ്സിൽ നിന്ന് ഓരോ ദിവസവും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുണ്ടാക്കി നമ്മൾ, എന്ത് സമ്പാദിച്ചു നമ്മൾ, നാളേക്കുള്ള ഒരു ലോകത്തിന് വേണ്ടി ആലോചിക്കേണ്ടതാണ്. ദുനിയാവ് മനുഷ്യനെ വല്ലാതെ വഞ്ചിച്ചു കളയുകയാണ്. ഖുർആൻ പറഞ്ഞല്ലോ, യഅലമു, നിങ്ങൾ മനസ്സിലാക്കണം, അന്നമൽ ഹയാത്തു ദുനിയാ ലഅബുൻ വലഹബുൻ വസീന. ഈ ദുനിയാവ് എന്ന് പറയുന്നത് കളിയാണ്, വിനോദമാണ്, തമാശയാണ്. വതഫാഖുറും ബൈനക്കും, നിങ്ങൾക്കിടയിൽ പരസ്പരം പെരുമ നടിക്കാനുള്ള ഒരവസ്ഥ മാത്രമാണ് ഈ ദുനിയാവ്. നമ്മൾ എത്രയാ പെരുമ നടിക്കാറുള്ളത്? നമ്മുടെ മക്കളുടെ പേരിൽ, സമ്പത്തിന്റെ പേരിൽ, തറവാടിത്തത്തിന്റെ പേരിൽ, സംഘടനകളുടെ പേരിൽ, നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളുടെ പേരിൽ നമ്മൾ പെരുമ പറയാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഞാൻ, എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്റെ തറവാട്, എന്റെ സ്വത്ത്, ഇതിന്റെ മേന്മ പറയാൻ എപ്പോഴും 100 നാവുകളാണ് നമുക്ക്. അതിനുവേണ്ടി മാത്രമാണ് നമ്മുടെ ഓട്ടവും പാച്ചിലും, നമ്മുടെ റെസ്റ്റില്ലാത്ത യാത്രകളുമൊക്കെ. പക്ഷേ അതിന്റെ പേരിൽ നമ്മൾ പെരുമ നടിക്കുന്ന, കളിയും തമാശയും വിനോദവും ഉൾക്കൊള്ളുന്ന ഒന്ന് മാത്രമാണ് ഈ ഐഹികമായ ജീവിതം. അത് കമസലി ഗൈത്തി, ഒരു പെരുമഴ പോലെയാണ്. ഈ ദുനിയാവിലെ കളിയും വിനോദവും തമാശയും, ഈ ദുനിയാവിൽ നിങ്ങൾ സമ്പാദിച്ചു കൂട്ടുന്നതൊക്കെയും ഒരു പെരുമഴ പോലെയാണ്. ഒരു പെരുമഴയിൽ കർഷകന്മാർ വല്ലാതെ സന്തോഷിച്ചു പോകുന്നു. ഭൂമി വരണ്ടുണങ്ങിക്കിടന്നതാണ്. ഒരു മഴ വന്നു, സസ്യലതാദികൾ മുളച്ചു വന്നു, അവൻ ചെയ്ത കൃഷി മുളച്ചു വന്നു, അവന് വല്ലാതെ സന്തോഷമുണ്ടായി. ഞാൻ വളരെ കഷ്ടപ്പെട്ടിരുന്നു, ഞാൻ വല്ലാതെ ആശങ്കപ്പെട്ടിരുന്നു. ഇതാ ഒരു മഴ വന്നിരിക്കുന്നു, എന്റെ കൃഷി തഴച്ചു വളരാൻ തുടങ്ങി.
അപ്പോഴേക്കും എന്തു സംഭവിച്ചു? അവന്റെ മനസ്സിൽ അഹങ്കാരമുണ്ടായി, അവന്റെ മനസ്സിൽ ഗർവുണ്ടായി, അവൻ അല്ലാഹുവിനെ ദൈവത്തെ മറന്നുപോകുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോഴേക്കും അതാ തുമ്മ യഹീജു, അതതാ വാടിപ്പോകുന്നു. അപ്പോഴതാ അവര് മഞ്ഞ നിറമായി പോകുന്നു, അത് കത്തിക്കരിഞ്ഞു പോകുന്നു, അത് ചാമ്പലായിത്തീരുന്നു. അവന്റെ ഗർവും അഹങ്കാരവും മാത്രമാണ് ബാക്കിയുണ്ടായത്. അവന്റെ ഗർവും അഹങ്കാരവും മാത്രമാണ് ബാക്കിയുണ്ടായത്. മറ്റ് ഒന്നും അവൻ ഉപകാരപ്പെട്ടില്ല. ഇതുപോലെയാകുന്നു മനുഷ്യന്റെ ജീവിതം. അവൻ ഈ ദുനിയാവിന്റെ പളവളപ്പിൽ, ഈ ദുനിയാവിന്റെ സുഖത്തിൽ, ഈ ദുനിയാവിന്റെ അഹങ്കാരത്തിൽ, മക്കളുടെ പേരിൽ, സ്വത്തുക്കളുടെ പേരിൽ വല്ലാതെ അഹങ്കരിച്ചു. അവന്റെ കാര്യം കഴിഞ്ഞു, അവന്റെ കാര്യം കഴിഞ്ഞു. ഇനി അവനൊന്നും ഉപയോഗപ്പെടുന്നില്ല. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. വല്ലാതെ വഞ്ചിക്കുന്ന ഒരു കച്ചവട ചരക്ക് മാത്രമാണ് ഈ ദുനിയാവ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസുണ്ട്, അലാ നിങ്ങൾ അറിയണം. ഇന്ന ദുനിയ അറദുൽ ഹാദിർ. ഈ ദുനിയാവ് എന്ന് പറയുന്നത് താൽക്കാലികമായ ഒരു ചരക്ക്, ഒരു വിഭവം മാത്രമാണ്. ഈ ദുനിയാവ് എന്ന് പറയുന്നത് താൽക്കാലികമായ ഒരു കച്ചവട ചരക്ക് വിഭവം മാത്രമാണ്. യഅ്കുലുൽ മിൻഹുൽ ബിർറു വൽ ഫാജിറു. അത് നല്ല മനുഷ്യരും ചീത്ത മനുഷ്യരും എടുത്തുപയോഗിക്കുകയാണ്. ഈ ദുനിയാവാകുന്ന കച്ചവട ചരക്കിനെ നല്ല മനുഷ്യന്മാരും ദുഷ്ടമനുഷ്യന്മാരും എടുത്തുപയോഗിക്കുകയാണ്. അല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വൈന്നൽ ആഖിറത അജലുൻ സ്വാദിഖുൻ. ആഖിറം എന്ന് പറയുന്നത്, പരലോകം എന്ന് പറയുന്നത് സത്യസന്ധമായ ഒരു അവധിയാണ്. വരാനിരിക്കുന്ന സത്യസന്ധമായ ഒരു ലോകമാണ്, ഒരു അവധിയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. വയഖ്ദി ഫിഹാ മലിക്കുൻ ഖാദിറുൻ. ആ ലോകത്തിൽ, ആ പരലോകത്ത് വിധി നിർണയിക്കുന്നത്, മനുഷ്യനെ അളന്നു തൂക്കി കണക്കാക്കുന്നത്, അത് കഴിവുള്ള ഒരു രാജാധിപതിയാണ്. കഴിവുള്ളവനാണവൻ. അവന്റെ മുമ്പിൽ ഒരാൾക്കും അധികാരമില്ല. അവന്റെ മുമ്പിൽ ഒരു ന്യായീകരണത്തിനും വശമില്ല. അവന്റെ മുമ്പിൽ ഒരു റെക്കമെൻഡേഷനും ഇടമില്ലാത്ത ഒരു ലോകം. ആ ലോകത്തെ ന്യായാധിപൻ അത് ഈ പ്രപഞ്ചനാഥനാണ്. വഇന്നൽ ഖൈറ കുല്ലഹു ഫിൽ ജന്ന. ഈ ദുനിയാവിൽ വെച്ച് മനുഷ്യൻ ചെയ്യുന്ന മുഴുവൻ നന്മകളും, മുഴുവൻ ഖൈറുകളും അത് സ്വർഗം അവന് ഉറപ്പാക്കുന്നതാണ്. വഇന്ന ശർറ കുല്ലഹു. അവൻ ചെയ്യുന്ന മുഴുവൻ തിന്മകളും, മുഴുവൻ ദുഷ്കർമ്മങ്ങളും, മുഴുവൻ ദുഷ്ടചിന്തകളും പിന്നാർ അത് നരകത്തിലേക്കുള്ളതാണ്. അല്ല, നിങ്ങൾ അറിയണം. ഫഅമലു. നിങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. വഅന്തും മിനല്ലാഹി അലാ ഹദിരിൻ. അള്ളാഹുവിന്റെ കൃത്യമായ നോട്ടത്തിൻ കീഴിലാണ്. അള്ളാഹുവിന്റെ പ്രപഞ്ചനാഥന്റെ കൃത്യമായ നോട്ടത്തിൻ കീഴിലാണ് ഓരോ മനുഷ്യരുമുള്ളത് എന്ന് മനുഷ്യൻ അറിയണം, ചിന്തിക്കണം എന്നും പ്രവാചകൻ പറഞ്ഞു. എന്നിട്ടും പറഞ്ഞു, വഅലമു. ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. അന്നക്കും മുഅറദൂന അലാ അഅമാലിക്കും. നിങ്ങൾ ചെയ്ത മുഴുകർമ്മങ്ങൾ അത് നിങ്ങളുടെ മുമ്പിൽ തന്നെ പ്രദർശിപ്പിക്കപ്പെടും. വല്ലാത്തൊരു രംഗമാണത്, വല്ലാത്തൊരവസ്ഥയാണത്. ആദം നബി അലൈഹിസ്സലാം മുതൽ മുഴുവൻ മനുഷ്യന്മാരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം. നമ്മുടെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, നാം ഇഷ്ടപ്പെട്ട, നമ്മൾ ബഹുമാനിച്ച പള്ളിയിലെ ഇമാമുണ്ട്, നമ്മൾ ബഹുമാനിച്ച മറ്റാളുകളൊക്കെയുമുണ്ട്. അവരുടെ മുമ്പിൽ മുഅറദൂന അലാ അഅമാലിക്കും. നിങ്ങളുടെ മുഴുകർമ്മങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രദർശിപ്പിക്കപ്പെടും. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. ആ ഹദീസിന്റെ ബാക്കിയാണ്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. ആരെങ്കിലും ഈ ദുനിയാവിൽ വെച്ച് ഒരണമണി തൂക്കം നന്മ ചെയ്യുന്നുവെങ്കിൽ അതവൻ കാണുന്നതാണ്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ആരെങ്കിലും ഒരണമണി തൂക്കം തിന്മ ചെയ്യുന്നുവെങ്കിൽ അതും അവൻ കാണുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നമ്മളെ. പലപ്പോഴും സ്വന്തം നാട്ടിൽ തെറ്റുകൾ ചെയ്യാൻ മടിക്കുന്നവർ നാട് വിട്ട് മറ്റൊരു പ്രദേശത്തെത്തിയാൽ, തന്നെ അറിയുന്ന ആരുമില്ല എന്ന് മനസ്സിലാക്കിയാൽ ഏതു തിന്മയും ചെയ്യാൻ മടിക്കാത്ത മനുഷ്യരുണ്ട്. നട്ടപ്പാതിരയ്ക്ക് സൂര്യൻ ഉദിച്ചാൽ എന്തായിരിക്കും ഫലമെന്ന് നാടൻ ഭാഷയിൽ നമ്മൾ പറയാറുണ്ട്. സത്യമല്ലേ അത്? നമ്മുടെയൊക്കെ മനസ്സിന്റെ വലിപ്പം, നമ്മുടെയൊക്കെ മനസ്സിന്റെ ചിന്ത, നമ്മുടെയൊക്കെ മനസ്സിന്റെ വികാരങ്ങൾ ഏതു രൂപത്തിലാണ് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതാണ്. വല്ലാതെ ചിന്തിപ്പിക്കുന്ന പ്രവാചകന്റെ ഒരു വചനമാണിത്. നമ്മൾ വിചാരിക്കുന്നു ആരും കാണുന്നില്ലല്ലോ, ആരും അറിയുന്നില്ലല്ലോ, ഞാനിത് ചെയ്താൽ, ഞാനിത് പ്രവർത്തിച്ചാൽ ആരും അറിയില്ല, എനിക്കൊന്നും സംഭവിക്കാനില്ല
എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട്, മനസ്സിനെ വരവഞ്ചിച്ചുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്യുന്നവരാണ്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, അള്ളാഹു എല്ലാം കൃത്യമായി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദുനിയാവ് എന്നുള്ളത് എന്നെ പരീക്ഷിക്കുകയാണ്. എനിക്ക് ജീവിതം നൽകിയത്, എനിക്ക് മരണം സംവിധാനിച്ചത്, ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പരിശോധിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത്, എന്നെ എന്താ അള്ളാഹു ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന്. എന്നെ എന്താ അള്ളാഹു ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഞാൻ തഖ്വയുള്ളവനാണല്ലോ, നമസ്കരിക്കുന്നവനാണല്ലോ, ഉള്ളതിനനുസരിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്നവനാണല്ലോ, ഞാൻ മാന്യമായി മറ്റുള്ളവരോട് പെരുമാറുന്നവനാണല്ലോ, എന്നിട്ടും എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നു. മറ്റവനോ, അവൻ ദൈവവിശ്വാസിയല്ല, അവൻ പരലോകത്തിൽ വിശ്വസിക്കുന്നില്ല, അവന്റെ കച്ചവടത്തിലും അവന്റെ ബിസിനസ്സിലും വേണ്ടത്ര നന്മയില്ല, നീതിയില്ല. പക്ഷേ എന്നിട്ടും ഇഷ്ടം പോലെയുണ്ട്, അവന് നല്ല ആരോഗ്യമുണ്ട്, ഒരസുഖവുമില്ല, എല്ലാ സുഖവും സൗകര്യവും അവൻ ആസ്വദിക്കുകയാണ് എന്ന് ചില വിശ്വാസികളായ ആളുകൾ സ്വന്തം മനസ്സിനോട് തന്നെ അവൻ ചോദിക്കാറുണ്ട്. അള്ളാഹുവിനെ ഒരു വേളയിലെങ്കിലും ഒരു ദുശ്ചിന്തയോടുകൂടി അവൻ ആലോചിക്കാറുണ്ട്, എന്നെ എന്തേ അള്ളാഹു ഇങ്ങനെ പരീക്ഷിക്കുന്നത്. അമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. ഇത് മനുഷ്യന്റെ മനസ്സുകൾക്കുള്ളിൽ നിന്ന് വരുന്ന ഒരു വിചാരമാകുന്നു, ഒരു വികാരമാകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ആരും വിചാരിക്കേണ്ടതില്ല, അങ്ങനെ ആരും ആശങ്കപ്പെടേണ്ടതില്ല. മൻ അഹബ്ബ ദുനിയാഹു, ആരെങ്കിലും ഈ ദുനിയാവിനെയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അല്ലറു ബി ആഖിറതിഹി, അവന് പരലോകം നഷ്ടമായി. ആരെങ്കിലും ഈ ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവന് ആഖിറം നഷ്ടമായി. വമൻ അഹബ്ബ ആഖിറതഹു, ആരെങ്കിലും ആഖിറമാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ, പരലോകമാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അല്ലറു ബി ദുനിയാഹു, അവനൊരു പക്ഷേ ഈ ദുനിയാവിലെ സുഖങ്ങളും സൗകര്യങ്ങളും ഒന്നും കിട്ടിയില്ല എന്ന് വരും. ഈ ദുനിയാവിൽ ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചുവെന്ന് വരും. ഈ ദുനിയാവിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും വേദനകളും അവൻ സഹിക്കേണ്ടി വന്നുവെന്ന് വരും. അവന് കിട്ടുന്നത് പരലോകമാണ്, അവിടെ സുഖമാണത്, അവിടെ സൗഖ്യമാണത്. ഈ ലോകമെന്ന് പറയുന്നത് വളരെ നൈമിഷികമാണ്. വല്ലാഖിറതു ഖൈറുൻ വഅബ്ഖ, അവനിവിടെ ജീവിക്കുന്നത് 60 വയസ്സാണ്. 60 വയസ്സ് വരെയാണ് ഇവിടെ ജീവിക്കുന്നത്. എന്നാൽ പരലോകമാകട്ടെ വല്ലാഖിറതു ഖൈറുൻ വഅബ്ഖ, അതാകുന്നു ഏറ്റവും നല്ലതായിട്ടുള്ളത്. അതാകുന്നു എന്നെന്നും അവശേഷിക്കുന്നത് 60 അല്ല, 600 അല്ല, 6000 അല്ല, 60000 അല്ല, അതിനുമപ്പുറം അനന്തമായി കിടക്കുന്ന ഒരു ലോകത്തിലെ സുഖവും സൗകര്യങ്ങളുമാണ് അവന് വരാനുള്ളത്. ഈ ലോക ജീവിതം വെറും 60 60 വയസ്സേ അവന് ആസ്വദിക്കാൻ കഴിയുന്നുള്ളൂ. ഈ ദുനിയാവിൽ ആസ്വദിക്കുന്നവർ ആസ്വദിച്ചു കൊള്ളട്ടെ. ഈ ദുനിയാവിൽ ആസ്വദിക്കുന്നവർക്ക് ആഖിറത്തിൽ ആസ്വദിക്കാൻ കഴിയില്ല, അവർക്ക് ആഖിറം നഷ്ടമാകുന്നു. ഈ ദുനിയാവ് ആസ്വദിക്കാൻ കഴിയാതെ പ്രയാസത്തിലൂടെ ജീവിക്കുന്ന ആളുകൾക്ക് അവന് പരലോകം ആസ്വാദനത്തിന്റെ ഒരു കാലഘട്ടം അവനിലേക്ക് കടന്നു വരാനുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ആശങ്കപ്പെടുന്ന ആളുകളെ സമാശ്വസിപ്പിക്കുകയും സന്തോഷപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ആലോചിക്കുക, ഒരാളുടെ പരലോകത്തിന് വേണ്ടിയുള്ള ഇഹലോക ജീവിതം എങ്ങനെയായിരിക്കണം? ഒരാളുടെ പരലോക ജീവിതത്തിനു വേണ്ടിയുള്ള ഇഹലോക ജീവിതം എങ്ങനെയായിരിക്കണം? ഒന്നാമത്തേത്, കറകളഞ്ഞൊരു വിശ്വാസമുണ്ടാവണം. കറകളഞ്ഞ വിശ്വാസമുണ്ടാവണം. അത് അല്ലാഹു ഉണ്ട്, ദൈവമുണ്ട് എന്നത് മാത്രമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തിന്റെ പൊരുൾ. ദൈവമുണ്ട്, പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന് അബൂജഹലടക്കമുള്ള ആളുകൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അതല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തിന്റെ പൊരുൾ. പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ചെയ്യുന്ന ഒരു പ്രപഞ്ചനാഥൻ, ആ പ്രപഞ്ചനാഥനോട് മാത്രമേ എന്റെ ആവശ്യങ്ങളെല്ലാം, എന്റെ പ്രയാസങ്ങളെല്ലാം ഞാൻ സമർപ്പിക്കുകയുള്ളൂ എന്നൊരു വിശ്വാസമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തിന്റെ പൊരുൾ. വിശാലമായി പറയേണ്ടതാണ്. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ആ ഭാഗത്തിലേക്ക് കടക്കുന്നില്ല. അല്ലാഹു ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം മാത്രമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ പൊരുൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ 13 കൊല്ലക്കാലം ജീവിച്ചു. മക്കയിൽ 13 കൊല്ലക്കാലം ജീവിച്ചു. എന്താ ഇബാദത്ത്? ഇബാദത്ത് എന്താണ് ചോദിച്ചാൽ നമുക്ക് മറുപടിയുണ്ട്. നമസ്കാരം ഇബാദത്താണ്, നോമ്പ് ഇബാദത്താണ്, ഹജ്ജ് ഇബാദത്താണ്, സകാത്ത് ഇബാദത്താണ്. വഴിയിൽ നിന്നൊരു മാലിന്യം എടുത്തു മാറ്റുന്നത് ഇബാദത്താണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ പ്രവാചകൻ മക്കയിൽ ജീവിച്ച 13 കൊല്ലക്കാലം ഈ നമസ്കാരവും നോമ്പും സക്കാത്തും
ഹജ്ജുമൊന്നും പഠിപ്പിച്ചില്ലല്ലോ. ഹജ്ജുമൊന്നും പഠിപ്പിച്ചില്ലല്ലോ. പ്രവാചകൻ നിരന്തരമായി മക്കയിൽ 13 കൊല്ലക്കാലം ജനങ്ങളെ പഠിപ്പിച്ച ഇബാദത്തുണ്ട്. അത് പ്രാർത്ഥനയാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥനയാകുന്നു ഇബാദത്ത്, ആരാധന എന്ന പ്രവാചകൻ അതിന് വിശദീകരണമായി നൽകി. ഏകദൈവ വിശ്വാസം, ഏകദൈവ ആരാധന, ഇത് രണ്ടും രണ്ടാണ്. ഏകദൈവ വിശ്വാസവും ഏകദൈവ ആരാധനയും രണ്ടും രണ്ടാണ്. പ്രപഞ്ചത്തിൽ ഏകദൈവ വിശ്വാസികളായി, പ്രപഞ്ചത്തിൽ എല്ലാവരും ഏകദൈവ വിശ്വാസികളാണ്. അബൂജഹൽ ഏകദൈവ വിശ്വാസിയായിരുന്നു, പക്ഷേ ഏകനായ ദൈവത്തെ മാത്രം ആരാധിച്ചില്ല. അബൂജഹൽ ഏകനായ ദൈവത്തിൽ വിശ്വസിച്ചു, പക്ഷേ ഏകനായ ദൈവത്തെ മാത്രം ആരാധിച്ചില്ല. നമ്മുടെ നാട്ടിലെ ക്രൈസ്തവ സമൂഹം ഏകദൈവ വിശ്വാസികളാണ്. ഏകദൈവ വിശ്വാസികളാണ്, പക്ഷേ ആ ഏകനായ ദൈവത്തോട് മാത്രം പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, കന്യാമറിയത്തോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, അൽഫോൻസാമയോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ക്രൈസ്തവ സമൂഹങ്ങളൊക്കെയും ഏകദൈവ വിശ്വാസികളാണ്. ഏകനായ ദൈവത്തെ ആരാധിക്കുന്ന വിഷയത്തിൽ പാളിച്ചകൾ സംഭവിച്ചു. ഹൈന്ദവ സഹോദരങ്ങൾ ഏകദൈവ വിശ്വാസികളാണ്. പ്രപഞ്ചനാഥനിൽ വിശ്വസിക്കുന്നവരാണ്, സൃഷ്ടാവിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ ആ പ്രപഞ്ചനാഥനോട് മാത്രം, ആ പ്രപഞ്ച സൃഷ്ടാവിനോട് മാത്രം, ആ ഈശ്വരനോട് മാത്രം പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ പാളിച്ചകൾ സംഭവിച്ചു. മുസ്ലിങ്ങൾ ഏകദൈവ വിശ്വാസികളാണ്, പക്ഷേ എല്ലാവരും ഏകദൈവ ആരാധകരല്ല. മൊഹീദ്ദീൻ ശേഖനോട് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്, ഏകദൈവ വിശ്വാസിയാണ്, മൊഹീദ്ദീൻ ശേഖനോട് പ്രാർത്ഥിക്കുന്നു. ഏകദൈവ വിശ്വാസികളായ മുസ്ലിങ്ങൾ റിഫായി ശേഖനോട് പ്രാർത്ഥിക്കുന്നു, ഭീമാപ്പള്ളിയിലെ വലിയനോട് പ്രാർത്ഥിക്കുന്നു, ആവശ്യങ്ങൾ അവരോട് പറയുന്നു. ഏകദൈവ വിശ്വാസികളെല്ലാം ഏകദൈവ ആരാധകരല്ല. ഏകദൈവ ആരാധന എന്ന് പറയുന്നത് ആ ദൈവത്തെ മാത്രം ആരാധിക്കുന്നതാണ്. പ്രാർത്ഥന ആരാധനയാണ്. അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അവൻ അള്ളാഹുവിനെ ആരാധിക്കും. ഏകദൈവ വിശ്വാസവും ഏകദൈവ ആരാധനയും രണ്ടും രണ്ടാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ. ഇങ്ങനെ ഏകദൈവ ആരാധകരായി ജീവിച്ച് മരിച്ചുപോകാൻ കഴിയുന്ന ഒരാൾക്ക് പേരെന്തുമാവട്ടെ അത്തരം ആളുകൾക്ക് ശരിയായ വിശ്വാസമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ പരലോക ജീവിതത്തിൽ ഇഹലോകത്ത് വെച്ച് മനുഷ്യൻ ചെയ്യേണ്ടുന്ന ഒന്നാമത്തെ സംഗതി വിശ്വാസം ശരിപ്പെടുത്തുക എന്നതാണ്. രണ്ടാമത്തേത് കർമാനുഷ്ഠാനങ്ങൾ, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് പോലെയുള്ള കർമാനുഷ്ഠാനങ്ങൾ. നമസ്കരിക്കാൻ നമുക്ക് എളുപ്പമാണ്, 5 പൈസയുടെ ചിലവില്ല. പള്ളിയിൽ ഓരോ വക്തുകൾക്കും പള്ളിയിലേക്ക് വരുമ്പോൾ നമസ്കാരത്തിന് വേണ്ടി വുളൂ ചെയ്യാൻ 10 പൈസ 1 രൂപ തരണമെന്ന് പറയുമ്പോൾ നമ്മൾ പിന്നോട്ട് നിൽക്കും. നമുക്ക് നമസ്കരിക്കാൻ മടിയുണ്ടാവും, കാരണം സാമ്പത്തിക ചെലവുണ്ട്. അതുകൊണ്ടാണല്ലോ സക്കാത്ത് കൊടുക്കാൻ മടിക്കുന്നത്. നമസ്കാരമുള്ള പലരും, നോമ്പ് പിടിക്കുന്ന പലരും കൃത്യമായി സക്കാത്ത് കൊടുക്കാൻ മടിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഇബാദത്തുകളൊക്കെയും, നമസ്കാരവും സക്കാത്തും നോമ്പും ഹജ്ജുമൊക്കെ നിർവഹിക്കുന്ന ആളുകൾ പരലോകത്തിനു വേണ്ടി ഇഹലോകത്ത് വെച്ച് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയും. വഅമലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യണം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമലു സ്വാലിഹാത്ത്. കാലം തന്നെയാണ് സത്യം. തീർച്ചയായും മനുഷ്യന്മാരൊക്കെയും തീരാ നഷ്ടത്തിലാണ്. ശരിയായ വിശ്വാസം ഉൾക്കൊള്ളാത്ത ആളുകൾ, ശരിയായ സൽക്കർമ്മങ്ങൾ ചെയ്യാത്ത ആളുകൾ, ഇവരൊക്കെയും തീരാ നഷ്ടത്തിലാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. പിന്നെയോ സുന്നത്തുകൾ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ പരലോക ജീവിതത്തിന് വേണ്ടി ഇഹലോകത്ത് വെച്ച് പരമാവധി സുന്നത്തുകൾ നിർവഹിക്കേണ്ടതുണ്ട്. ഫർളുകൾ മാത്രം നിർവഹിക്കുന്നത് കൊണ്ട് പരിപൂർണമായ വിജയത്തിലെത്താൻ കഴിയും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ നമസ്കരിക്കുന്നു, പല ചിന്തകളാണ് മനസ്സിൽ വരുന്നത്. നമുക്ക് കിട്ടാനുള്ളത്, കൊടുക്കാനുള്ളത്, ബിസിനസിന്റെ കാര്യങ്ങൾ. ടിവിയിൽ നമ്മൾ കണ്ട് പരസ്യത്തിനിടയിൽ നമസ്കരിക്കാൻ പോയതാണ്. ബാക്കി എപ്പിസോഡിന്റെ ബാക്കി എന്ത് ആലോചനയാണ് നമ്മുടെ നമസ്കാരത്തിൽ. എത്ര കണ്ട് കൺകുളിർമയോടുകൂടി, എത്ര കണ്ട് നിഷ്കളങ്കമായി, എത്ര കണ്ട് ഇഖ്ലാസോടുകൂടി നമസ്കാരങ്ങൾ വരെ നിർവഹിക്കാൻ കഴിയുന്നു എന്ന് ആലോചിക്കേണ്ടതാണ്. ഈ ഫർദിലെ വീഴ്ചകൾ പരിഹരിക്കുന്നത് സുന്നത്തുകൾ കൊണ്ടാണ്. ബിദ്അത്തുകൾ ചെയ്യാതിരിക്കേണ്ടതുണ്ട്. സമൂഹത്തിൽ ഒരുപാട് ബിദ്അത്തുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഓരോ ബിദ്അത്തുകൾ സമൂഹത്തിൽ ഉയർന്നു വരുമ്പോഴും ഓരോ സുന്നത്തുകളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ബിദ്അത്തുകളോട് പരിപൂർണമായും വിട്ടുനിന്നുകൊണ്ട്
പ്രവാചകൻ 23 വർഷക്കാലം കൊണ്ട് കാണിച്ചു തന്നിട്ടുള്ള മുഴുവൻ സുന്നത്തുകളും ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുമ്പോൾ പരലോക ജീവിതത്തിനു വേണ്ടിയുള്ള വിഭവങ്ങൾ ഇഹലോക ജീവിതത്തിൽ വെച്ച് ഞാൻ സമാഹരിക്കുന്നു എന്ന് ആശ്വസിക്കാൻ കഴിയും നമുക്ക്. നമ്മുടെ ഇടപാടുകൾ എങ്ങനെയാണ്? ഇഷ്ടംപോലെ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് ആളുകൾക്ക് കൊടുക്കാനുണ്ട്. എനിക്ക് സാമ്പത്തിക പ്രയാസങ്ങൾ വരുമ്പോൾ ഞാൻ പലരോടും കടം വാങ്ങുന്നുണ്ട്. പക്ഷേ തിരിച്ചു കൊടുക്കാൻ എനിക്ക് മനസ്സുണ്ടാവുന്നില്ല. എന്റെ ഇടപാടുകൾ ശരിയായ രൂപത്തിലല്ല നമുക്ക് പോകുന്നത്. ആളുകൾ മേടിച്ച പൈസ തിരിച്ചു ചോദിക്കുന്നു. പലപ്പോഴും കാണുമ്പോൾ മുങ്ങി നടക്കുകയാണ്. ഫോൺ വിളിച്ചാൽ എടുക്കാറില്ല. നമ്മൾ എടുക്കാറില്ല. ഭാര്യയെ കൊണ്ടെടുപ്പിക്കുന്നു. വീട്ടിലില്ല എന്ന് പറഞ്ഞേക്കുക. വീട്ടിൽ ഫോൺ മറന്നുവെച്ച് പോയി എന്ന് പറഞ്ഞേക്കുക. എങ്ങനെയാകുന്നു നമ്മുടെ ഇടപാടുകൾ? പരലോക ജീവിതത്തിന് വേണ്ടി ഇഹലോക ജീവിതത്തിൽ വെച്ച് സമാഹരിക്കേണ്ടുന്ന വിഭവങ്ങൾ എങ്ങനെയാകുന്നു നമ്മൾ ഒരുമിച്ച് കൂട്ടുന്നത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ ഇടപാടുകൾ വിശദീകരിക്കുന്നില്ല. നമ്മുടെ ഇടപാടുകൾ ശരിയാക്കേണ്ടതുണ്ട്. നമ്മുടെ ഇടപെടലുകൾ എങ്ങനെയാണ്? എന്നെക്കുറിച്ച് ആളുകളുടെ അഭിപ്രായം എന്താണ്? അവന്റെ കാര്യം പറയേണ്ടതില്ല. അവനാണോ മതം പറയുന്നത്? അവനാണോ ആദർശം പറയുന്നത്? ഇതാകുന്നു ആളുകളുടെ ചോദ്യം. അങ്ങനെ ചോദിക്കുന്നത് എന്റെ ഇടപെടലുകൾ ശരിയല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പരലോകത്തിനു വേണ്ടി എന്റെ ഇടപെടലുകളെ ഞാൻ ശരിയാക്കി തീർക്കേണ്ടതുണ്ട്. നമ്മുടെ കുടുംബജീവിതം എങ്ങനെയാണ്? വിശ്വാസകാര്യങ്ങൾ കഴിഞ്ഞാൽ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്തിട്ടുള്ളത് വിശ്വാസകാര്യങ്ങളാണ്. രണ്ടാമത് കർമ്മകാര്യങ്ങളാണ്. മൂന്നാമത് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ഖുർആൻ ചർച്ച ചെയ്ത വിഷയം കുടുംബജീവിതത്തിലെ മാന്യതയെ സംബന്ധിച്ചാണ്, മര്യാദകളെ സംബന്ധിച്ചാണ്. ആ കുടുംബജീവിതത്തിലെ മാന്യതയും മര്യാദയും പഠിക്കാൻ പലപ്പോഴും നമ്മൾ ശ്രമിക്കാറില്ല, പലപ്പോഴും നമ്മൾ മെനക്കെടാറില്ല. അതുകൊണ്ട് എന്റെ ഭാര്യയോടുള്ള എന്റെ പെരുമാറ്റം അത്ര നല്ല രൂപത്തിലല്ല, എന്റെ മാതാപിതാക്കളോടുള്ള എന്റെ പെരുമാറ്റം നല്ല രൂപത്തിലല്ല, എന്റെ കുടുംബക്കാരോടുള്ള എന്റെ പെരുമാറ്റം നല്ല രൂപത്തിലല്ല. അതുകൊണ്ട് ഖുർആൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി മൂന്നാമത്തെ പ്രാധാന്യം നൽകിയിട്ടുള്ള കുടുംബജീവിതത്തിൽ എന്റെ പെരുമാറ്റം എങ്ങനെയാണ്, എന്റെ ഇടപെടലുകൾ എങ്ങനെയാണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് പരലോകത്തിനുള്ള ഒരു വിഭവ സമാഹരണമായി നമ്മൾ കാണേണ്ടതുണ്ട്. പിന്നെയോ ചെയ്യുന്ന കർമ്മങ്ങൾ അത് നിഷ്ഫലമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഏകദൈവ വിശ്വാസം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്നുവെങ്കിൽ, ഏകനായ ദൈവത്തെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്നുവെങ്കിൽ, പ്രവാചകനോട് പോലും അല്ലാഹു പറഞ്ഞല്ലോ, മുഹമ്മദേ നീ എങ്ങാനും നിന്റെ ജീവിതത്തിൽ അല്ലാഹു അല്ലാത്ത മറ്റൊരു ശക്തിയോടും അല്ലാഹു അല്ലാത്ത മറ്റൊരു കേന്ദ്രത്തോടും നിന്റെ ആവശ്യങ്ങൾ നീ പറഞ്ഞാൽ നിന്റെ സൽക്കർമ്മങ്ങളൊക്കെയും നഷ്ടപ്പെട്ടു പോകും. നിന്റെ നമസ്കാരം, നിന്റെ നോമ്പ്, നിന്റെ സക്കാത്ത്, നിന്റെ ദാനധർമ്മങ്ങൾ എല്ലാം നിഷ്ഫലമായി പോകും. ഇതൊക്കെയും നമ്മൾ ഓക്കെയാണ്. പക്ഷേ നമ്മുടെ പെരുമാറ്റത്തിലെ ചില ദൂഷ്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മുടെ സൽക്കർമ്മങ്ങൾ നഷ്ടമായി പോകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടിയിരുന്ന സഹാബാക്കളോട് ചോദിച്ചു. ഈ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മനിൽ മുഫ്ലിസ് ആരാണ് ഏറ്റവും പാപ്പരായ ആളുകൾ ആരാണ്? സഹാബികൾ മറുപടി പറഞ്ഞു പ്രവാചകനോട്, അൽ മുഫ്ലിസു ഫീന മല്ലാ ദിർഹമ ലഹു വലാ ദീനാറ. 5 പൈസയ്ക്ക് വകയില്ലാത്ത, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ആളുകളാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും പാപ്പരായ ആളുകൾ. പ്രവാചകൻ പ്രതിവചിച്ചു അവരോട്, അവരല്ല ഏറ്റവും പാപ്പരായ ആളുകൾ. ഒരുപാട് നന്മകൾ ചെയ്യുന്നു, നമസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, സുന്നത്തുകളൊക്കെയും ചെയ്യുന്നു, പല പുണ്യകർമ്മങ്ങളും ചെയ്യുന്നു. പക്ഷേ അവരുടെ ഒരു ഹോബിയുണ്ട്. അവർ കടയിൽ പോകും, ഒരു ബെഞ്ചുണ്ടാവും, ബെഞ്ചിലിരിക്കും. വഴിയെ പോകുന്ന ആളുകളൊക്കെയും കുറ്റം പറയും, ഏഷണി പറയും, മറ്റുള്ളവരെ വല്ലാതെ അപമാനിച്ചു കളയും. ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അവർ പരലോകത്ത് വരും. അവർ റബ്ബിനോട് പറയും. അവർ നെഞ്ചു വിരിച്ചു നിൽക്കുകയാണ്, തല ഉയർത്തി നിൽക്കുകയാണ്. അവർ ഏകദൈവ വിശ്വാസികളായിരുന്നു, ഒരുപാട് നമസ്കരിച്ചിട്ടുണ്ട്, ഒരുപാട് സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ഹജ്ജും ചെയ്തിട്ടുണ്ട്, ഒരുപാട് ദാനധർമ്മങ്ങളും ചെയ്തിട്ടുണ്ട്. ഞാൻ സ്വർഗത്തിൽ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. റബ്ബവനെ വിചാരണ ചെയ്യുകയാണ്. എടോ, നീ ഇന്ന കടയിലിരുന്ന്, ഇന്ന ബെഞ്ചിലിരുന്ന്, ഇന്ന വീട്ടിലിരുന്ന്, അയൽപക്കത്തുള്ള നിന്റെ
സമൂഹത്തിൽ ജീവിച്ച ആളുകളെ കുറിച്ച് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, ഇന്നതുപോലെയൊക്കെ ഏഷനെ പറഞ്ഞില്ലേ, പരദൂഷണം പറഞ്ഞില്ലേ, അതുകൊണ്ട് നിന്റെ മുഴുവൻ സൽക്കർമ്മങ്ങളും നമസ്കാരാദി അടക്കമുള്ള മുഴുവൻ സൽക്കർമ്മങ്ങളും എടുത്ത് ആരെയൊക്കെയാണോ ഏഷണി പറഞ്ഞത്, ആരെയൊക്കെയാണോ പരദൂഷണം പറഞ്ഞത്, ആരെയൊക്കെയാണ് അഭിമാനത്തെ ചോദ്യം ചെയ്തിട്ടുള്ളത്, അവർക്കെടുത്ത് കൊടുക്കുകയാണ്. കൊടുത്തിട്ടും തീരുന്നില്ല. അവൻ പറഞ്ഞതിന്റെ, ഏഷണിയുടെ പരദൂഷണത്തിന്റെ അവന്റെ നാവിന്റെ ചലനം മുഴുവൻ മറ്റുള്ളവരെ ചോദ്യം ചെയ്യാനായിരുന്നു, മറ്റുള്ളവരെ ഇകഴ്ത്താൻ വേണ്ടിയായിരുന്നു. അതിവൻ ചെയ്ത കർമ്മങ്ങൾ, നല്ല കർമ്മങ്ങളെക്കാൾ കൂടുതലായിട്ട് ഈ ദുഷ്കർമ്മങ്ങളാണ് അവൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവന്റെ നന്മകൾ എടുത്തു കൊടുത്തിട്ടും തീരുന്നില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ തിന്മകൾ കൂടി ഇവന്റെ തോളിലേക്ക് എടുത്ത് തൂക്കുകയാണ്. ആലോചിച്ച് നോക്കും, നമ്മൾ എത്ര ഹതഭാഗ്യരാണ്. ശരിയായ വിശ്വാസമുണ്ടായിട്ട് കാര്യമില്ല. കർമ്മങ്ങൾ ഒരുപാട് ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ നാവുകൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ പറഞ്ഞുവല്ലോ, ആരെങ്കിലും നാവിനെ സംബന്ധിച്ച് എനിക്കുറപ്പ് നൽകിയാൽ സ്വർഗം അവന് നൽകാമെന്ന് ഞാനും ഉറപ്പ് പറയുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, സുമ്മത്തുരിഹ പിന്ന, അവനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു രംഗം വരാനുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. നാളെ ഏപ്രിൽ 1 സമൂഹത്തിൽ പൊതുവെ കാണപ്പെടുന്ന ഒരു കാഴ്ചയുണ്ട്. രാവിലെ എല്ലാവരെയും ഫൂളാക്കുന്ന ഏപ്രിൽ ഫൂൾ മതപരമായി മുസ്ലിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളാരെയും ഫൂളാക്കാൻ നിൽക്കേണ്ടതില്ല, നമ്മളാരെയും ആക്ഷേപിക്കാൻ നിൽക്കേണ്ടതില്ല, ആരെയും പരിഹസിക്കാൻ നിൽക്കേണ്ടതില്ല. നമ്മുടെ കർമ്മങ്ങളെടുത്ത് ബാക്കിയുള്ളവർക്ക് കൊടുത്ത് നമ്മുടെ ഇഹലോക ജീവിതത്തിൽ നമ്മൾ പാഴാക്കിക്കളഞ്ഞു പരലോക ജീവിതം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരവസ്ഥയുണ്ടാവാൻ പാടില്ല. പരലോകത്തിനു വേണ്ടി വിഭവ സമാഹരണത്തിനുള്ള ഒരു ഇടവേളയാണ് ഈ ഇഹലോക ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ നിലയിൽ നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ആയുസ് പരലോകത്തിനു വേണ്ടി നന്മകൾ ചെയ്യാൻ, പരലോകത്തിനു വേണ്ടി കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു നല്ല അവസ്ഥയായി, ഒരു പരീക്ഷാ ഹാളായി, ഒരു പരീക്ഷണ ഘട്ടമായി ഈ ലോകത്തെ നമ്മൾ കാണേണ്ടതുണ്ട്. ആ നിലയിൽ ജീവിക്കാനും ആ നിലയിൽ അള്ളാഹുവിന്റെ പൊരുത്തം നേടാനും പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. അള്ളാഹു നമ്മൾക്ക് നൽകിയിട്ടുള്ള ഈ ആയുസ് അവനിഷ്ടപ്പെട്ട വഴിയിൽ, അവനിഷ്ടപ്പെട്ട രീതിയിൽ ചെലവഴിക്കാനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.